Hi, good afternoon. Good afternoon, Miss. Good afternoon. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് വായിച്ചു വെക്കില്ലേ? Right. Endocrine glands കൂടി പറയാം ട്ടോ ആദ്യം മുതൽക്ക്. ഓക്കെ, endocrine glands എന്ന് നോക്കാം നമുക്ക്. endocrine glands ഡക്റ്റിലസ് ഗ്ലാൻഡ് ആണ്. അതായത് എന്തില്ല, ധമനികളില്ല അല്ലെ, ധമനികളില്ലാത്ത ഗ്ലാൻഡുകളാണ് endocrine glands എന്ന് പറയുന്നത്. ഇത് ഹോർമോൺസിനെ നേരിട്ട് ബ്ലഡ് സർക്കുലേഷനിലേക്ക് സെക്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വരുന്നുണ്ട്, തൈറോയിഡ് ഗ്ലാൻഡ് വരുന്നുണ്ട്, അഡ്രീനൽ ഗ്ലാൻഡ് വരുന്നുണ്ട്, ടെസ്റ്റിസ് വരുന്നുണ്ട്, ഓവറീസ് ഒക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്. എക്സോക്രൈൻ ഗ്ലാൻഡിൽ എന്തുണ്ട്, ഡക്റ്റ് ഉണ്ട്. ഇത് സെക്രീറ്റ് ചെയ്യുന്നത് ജ്യൂസിനെയും എൻസൈംസിനെയാണ് നമ്മുടെ ഓർഗൻസിന്റെ ഔട്ടർ സർഫസിലേക്കാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഇത്തരം ഗ്ലാൻഡ്സിനെയാണ് നമ്മൾ എക്സോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സലൈവറി ഗ്ലാൻഡ്സ് ഉണ്ട്, ലാക്രിമൽ ഗ്ലാൻഡ്സ് ഉണ്ട്, ഗാസ്ട്രിക് ഗ്ലാൻഡ്സ് ഉണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? Clear. നെക്സ്റ്റ് നമ്മൾ ഹോർമോൺസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഹോർമോൺസ് ആർ കെമിക്കൽ സബ്സ്റ്റൻസ്. ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ എന്താ, കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ഇത് സെക്രീറ്റ് ചെയ്യുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്. ഇത് എന്നിട്ട് എന്തിന്റെ ആർ ക്യാരിഡ് ബൈ ബ്ലഡ് സ്ട്രീം ടു അനദർ ഓർഗൻ. ഇത് എന്നിട്ട് ബ്ലഡ് സ്ട്രീമിൽ എത്തിയിട്ട് ഇത് മറ്റുള്ള ഓർഗൻസിലേക്ക് പോകുന്നുണ്ട്. ദീസ് ഹാവ് ആൻ എഫക്ട് ഓൺ ദ ഓർഗൻ ഫംഗ്ഷൻ. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ബ്ലഡ് സ്ട്രീമിൽ നിന്ന് എവിടേക്ക് പോകുന്നുണ്ട്, വ്യത്യസ്ത തരം ഓർഗൻസിലേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ആ ഓർഗനിൽ എത്തിയിട്ട് ആ ഓർഗന്റെ ഫംഗ്ഷനിങ്ങിനും ഗ്രോത്തിനും ന്യൂട്രീഷനും ഒക്കെ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്, ഹോർമോൺസ് സഹായിക്കുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ഹോർമോൺസ് ഏതൊക്കെയാ, ഗ്രോത്ത് ഹോർമോൺ വരുന്നുണ്ട്, ഓക്സിറ്റോസിൻ വരുന്നുണ്ട്, ഇൻസുലിൻ വരുന്നുണ്ട്, ഗ്ലൂക്കഗോൺ വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ഗ്ലാൻഡുകളും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. എക്സോക്രൈൻ ഗ്ലാൻഡ് എന്താ, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്താന്നുള്ളത് പറയുന്നത്. ഓക്കെ, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഈ പറഞ്ഞത് തന്നെ പറയുന്നത്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ദീസ് ഡു നോട്ട് പോസസ് ഡക്ട്. ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൽ എന്തില്ല, ഡക്റ്റുകളില്ല, ധമനികളില്ല. ഫോർ ദെയർ സെക്രീഷൻ ഡയറക്ട്ലി ഇൻ ടു ദി ബ്ലഡ് സ്ട്രീം. ഇതിന്റെ സെക്രീഷൻസ് ബ്ലഡ് സ്ട്രീമിലേക്ക് നേരിട്ട് സെക്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എക്സോക്രൈൻ ഗ്ലാൻഡിൽ എന്തുണ്ട്, ഗ്ലാൻഡുകൾ ഉണ്ട്. എക്സോക്രൈൻ ഗ്ലാൻഡ്സിൽ എന്തുണ്ട്, ഡക്റ്റുകൾ ഉണ്ട് അല്ലെ. പോസസ് ഡക്ട്, അതായത് ഡക്റ്റുകൾ കാണിക്കുന്നുണ്ട്, പോസസ് ചെയ്യാൻ എന്താ കാണിക്കുന്നുണ്ട് അല്ലെ. through which secrete poured on the outer surface of the organs of the body. or നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങളുടെ ഔട്ടർ സർഫസിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഇതെന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇതിന്റെ സെക്രീഷൻസിനെ പോർ ചെയ്യുന്നത് അവിടേക്ക് സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന രണ്ടാമത്തെ പോയിന്റ്, ദ സെക്രീഷൻസ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആർ ഹോർമോൺസ്. എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ സെക്രീഷൻ എന്ന് പറയുന്നത് ഹോർമോൺസ് ആണ്. എക്സോക്രൈൻ ഗ്ലാൻഡിന്റെ സെക്രീഷൻ എന്ന് പറയുന്നത് എൻസൈംസും ജ്യൂസസ് ഒക്കെയാണ്.
നെക്സ്റ്റ് തേർഡ് പോയിന്റ് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാ വെച്ചാൽ മെറ്റബോളിസത്തിന് വേണ്ടി സഹായിക്കുന്നുണ്ട്, ഗ്രോത്തിന് വേണ്ടി സഹായിക്കുന്നുണ്ട്, പിന്നെ ബോഡിയുടെ ബാലൻസിങ്ങിനൊക്കെ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ എക്സോക്രൈനിന്റെ ഫങ്ഷൻ, എക്സോക്രൈൻ ഗ്ലാൻഡിന്റെ ഫങ്ഷൻ വെച്ചാൽ ഇതിന്റെ ഡൈജഷനും അബ്സോർഷനും ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഫോം എ പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വിത്ത് നെർവസ് സിസ്റ്റം. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, നെർവസ് സിസ്റ്റത്തിന്റെ കൂടെ ചേർന്നിട്ട് ഇതൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ഫോം എ പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്താ, ഇടപഴകുക എന്നുള്ള അർത്ഥമാണ് വരുന്നത് അല്ലെ. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഫോം എ പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. ഇത് നെർവസ് സിസ്റ്റത്തിനായിട്ട് ചേർന്നിട്ട് ഇതൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു പാർട്ടായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ്, എക്സോക്രൈൻ ഗ്ലാൻഡിന്റെ ദീസ് ഡു നോട്ട് ഫോം എ പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നെർവസ് സിസ്റ്റം. ഇത് നെർവസ് സിസ്റ്റത്തിനായിട്ട് ചേർന്ന് പ്രവർത്തിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു പാർട്ടായിട്ട് ഇത് ഫോം ചെയ്യുന്നില്ല എന്നാണ് ഫോർത്ത് പോയിന്റ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിന്റ് നോക്കിയേ, സെക്രീഷൻസ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എഫക്ട് പർട്ടിക്കുലർ ഓർഗൻസ്. ഓക്കെ, അതായത് സെക്രീഷൻസ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എഫക്ട് പർട്ടിക്കുലർ ഓർഗൻസ്. അതായത് നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന്റെ സെക്രീഷൻസ് ചില പർട്ടിക്കുലർ ഓർഗൻസിനെ മാത്രമാണ് എഫക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, പർട്ടിക്കുലർ ഓർഗൻസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എക്സോക്രൈൻ ഗ്ലാൻഡ്സിന്റെ നമ്മുടെ സെക്രീഷൻസ് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്, ആക്ഷൻസ് ലോക്കലി. അത് നിൽക്കുന്ന ആ സ്ഥലത്ത് മാത്രം, ലോക്കലി എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ, അതിന്റെ എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അതായത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന്റെ സെക്രീഷൻസ് ആണെങ്കിൽ പർട്ടിക്കുലർ ഓർഗൻസിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എക്സോക്രൈൻ ഗ്ലാൻഡ്സിലുള്ള സെക്രീഷൻസിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് ലോക്കലി മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന് എക്സാമ്പിൾ വരുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ് വരുന്നുണ്ട്, തൈറോയിഡ് ഗ്ലാൻഡ് വരുന്നുണ്ട്. എക്സോക്രൈൻ ഗ്ലാൻഡിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സെറ്റ് ഗ്ലാൻഡ് വരുന്നുണ്ട്, സലൈവറി ഗ്ലാൻഡ്സ് വരുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഹോർമോൺസ് ആൻഡ് എൻസൈംസ് ആണ് പറയുന്നത്. എൻഡോക്രൈൻ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്നത് ഹോർമോൺസിനെയും എക്സോക്രൈൻ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നത് എൻസൈംസിനെയും ജ്യൂസസിനെയാണ് നമ്മൾ പറഞ്ഞു അല്ലെ. അതിന് ഹോർമോൺസും എൻസൈംസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പറയുന്നത്. ഹോർമോൺസ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് വിച്ച് ഈസ് ഫോംഡ് ഇൻ വൺ പർട്ടിക്കുലർ ഓർഗൻ. ഒരു പർട്ടിക്കുലർ ഓർഗൻ ആണ് ഈ ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുക. എന്നിട്ട് അത് എവിടേക്ക് എത്തുന്നുണ്ട്, ആൻഡ് ക്യാരീസ് ബൈ ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തുന്നുണ്ട്. ബ്ലഡ് സ്ട്രീമിൽ നിന്ന് അത് വേറെയുള്ള ഓർഗൻസിലേക്ക് പോയിട്ട് ആ ഹോർമോൺസിന്റെ എഫക്റ്റ് ആ ഓർഗനിൽ പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എൻസൈംസ് ആണ്. എൻസൈം എന്ന് പറയുന്നത് കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് വിച്ച് കൺവേർട്ട് ഇത് എൻസൈം എന്ന് പറയുന്നത് കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ഇതൊരു ഈ കെമിക്കൽ സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയലിനെ സിംപ്ലർ ഫോം ആക്കി മാറ്റുന്നുണ്ട്. അതായത് എൻസൈം എന്ത് ചെയ്യുന്നുണ്ട്, കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽസിനെ സിംപ്ലർ ഫോമിലാക്കി മാറ്റുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ സിംപ്ലർ ഫോമിലാക്കി മാറ്റുന്നത് ഫുഡിനെയാണ് അല്ലെ. അതായത് ഫുഡിനെ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഫുഡ് മെറ്റീരിയൽസിനെയാണ് കോംപ്ലക്സ് ഫോമിലുള്ളതിനെ സിമ്പിൾ ഫോമിലാക്കി മാറ്റുന്നത്. പക്ഷെങ്കിൽ എൻസൈംസിന് സ്വയം യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല എന്നാണ് ഫസ്റ്റത്തെ പോയിന്റിൽ പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഹോർമോൺസ് ആർ ദി സെക്രീഷൻസ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ഹോർമോൺസ് ആർ ദി സെക്രീഷൻസ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന്റെ സെക്രീഷൻസ് ആണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. എൻസൈംസ് പറയുന്നത് എക്സോക്രൈൻ ഗ്ലാൻഡിന്റെ സെക്രീഷൻസ് ആണ് പറയുന്നത്. ഇനി തേർഡ് പോയിന്റ് നോക്കാം നമുക്ക്. തേർഡ് പോയിന്റ് പറയുന്നത് ഹോർമോൺസ് ആർ സെക്രീറ്റഡ്, അതായത് ഹോർമോൺസ് ആർ സെക്രീറ്റഡ് ഡയറക്ട്ലി ഇൻ ദ ബ്ലഡ്. അതായത് ഹോർമോൺസ് എന്ത് ചെയ്യുന്നത്, ഡയറക്ട്ലി ബ്ലഡിലേക്ക് സെക്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് പാസ് ടു ദി ടാർഗറ്റ് ഓർഗൻസ് വെർ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഫംഗ്ഷൻ. അതായത് ഹോർമോൺസ് നേരിട്ട് ബ്ലഡിലേക്ക് എത്തിയിട്ട് അത് അതിന്റെ ടാർഗറ്റ് ഓർഗനിലേക്ക് എത്തിയിട്ട് ആ ഓർഗനിലാണ് അതിന്റെ ഫംഗ്ഷൻ അത് നിറവേറ്റുന്നത് അല്ലെ. ഇനി എൻസൈംസിന്റെ കേസ് നോക്കാം. എൻസൈംസ് ആർ സെക്രീറ്റഡ് ഇൻ ദ ഡക്റ്റ് വിച്ച് ഓപ്പൺസ്. എൻസൈംസ് സെക്രീറ്റ് ചെയ്യുന്ന എവിടെയാണ്, ഡക്റ്റിലാണ്. ഡക്റ്റ് എന്ന് പറഞ്ഞാൽ ധമനികളിലാണ് അല്ലെ. ഈ ധമനികൾ എന്നിട്ട് എവിടേക്ക് ചെയ്യും, വിച്ച് ഓപ്പൺസ് നിയർ ദി ഓർഗൻസ്. എന്നിട്ട് എന്ത് ചെയ്യും, അടുത്തുള്ള ഓർഗനിൽ ഈ ധമനികൾ എന്ത് ചെയ്യും, അടുത്തുള്ള ഓർഗനിലേക്ക് അത് ഓപ്പൺ ആവും അല്ലെ. ഓപ്പൺ ആയിട്ട് അവിടേക്കാണ് എൻസൈംസ് എത്തുന്നത്. അതായത് ഈ എൻസൈംസ് ആർ സെക്രീറ്റഡ് ഇൻ ദി ഡക്റ്റ്. എൻസൈംസിനെ സെക്രീറ്റ് ചെയ്യുന്നത് എവിടെയാണ്, എൻസൈംസ് ആർ സെക്രീറ്റഡ് ഇൻ ദി ഡക്റ്റ്. എൻസൈംസിനെ സെക്രീറ്റ് ചെയ്യുന്ന ഡക്റ്റിലാണ്. എന്നിട്ട് ഈ ഡക്റ്റ് എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്യും. ആ ഡക്റ്റ് എന്നിട്ട് അടുത്തുള്ള ഓർഗനിലേക്ക് ഓപ്പൺ ചെയ്യും. എന്നിട്ട് ഈ എൻസൈംസ് ആ ഓർഗനിൽ എത്തിയിട്ട് ആ ഓർഗനിൽ ഇതിന്റെ ഫംഗ്ഷൻ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫോർത്ത് പോയിന്റ് നോക്കൂ. ഫോർത്ത് പോയിന്റിൽ എന്താ പറയുന്നത്,
കെമിക്കലി ഹോർമോൺസ് ഏതൊക്കെ രൂപത്തിലുണ്ടാവുക? പെപ്റ്റൈഡ്സിന്റെ രൂപത്തിലും അമീൻസിന്റെ രൂപത്തിലും സ്റ്റീറോയിഡ്സിന്റെ രൂപത്തിലും ആൻഡ് ഡെറിവേറ്റീവ്സ് ഓഫ് അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സിന്റെ രൂപത്തിലൊക്കെ ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കെമിക്കലി എൻസൈംസ് നമ്മുടെ എൻസൈംസിനെ കുറിച്ചാണ് പറയുന്നത്. എൻസൈംസ് എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആണ് വിച്ച് കാറ്റലൈസ് എ നമ്പർ ഓഫ് ബയോകെമിക്കൽ രാസപ്രവർത്തനങ്ങൾ ഒന്നും കൂടി ത്വരിതപ്പെടുത്താൻ വേണ്ടി അല്ലെ മെച്ചപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു കെമിക്കൽ ഏജന്റ് ആണ് എന്തെന്ന് പറയുന്നത്? എൻസൈംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയുന്ന ഹോർമോൺസ് ഏതൊക്കെ ഹോർമോൺസ് ആണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്? ആന്റി ഡയൂററ്റിക് ഹോർമോൺ ഉണ്ടായിരുന്നു, ഗ്രോത്ത് ഹോർമോൺ ഉണ്ടായിരുന്നു, പിന്നെ ഏതാണ്? ലൂട്ടിനൈസിങ് ഹോർമോൺ ഉണ്ടായിരുന്നു, അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ ഉണ്ടായിരുന്നു. ACTH എന്താ പറഞ്ഞത്? അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ ഉണ്ടായിരുന്നു, ആൽഡോസ്റ്റിറോൺ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഹോർമോൺസ് ആയിട്ട് വരുന്നത്. ഇനി എൻസൈംസ് വരുന്നത് ടയലിൻ, ടാപ്സിൻ, ട്രിപ്സിൻ, ഇതൊക്കെയാണ് എൻസൈംസ് ആയിട്ട് വരുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഓഫ് ദ ബോഡിയാണ്. എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ കാര്യമാണ് പറയുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വരുന്നുണ്ട്, തൈറോയിഡ് ഗ്ലാൻഡ് വരുന്നുണ്ട്, പാരാതൈറോയിഡ് ഗ്ലാൻഡ് വരുന്നുണ്ട്, അഡ്രീനൽ ഗ്ലാൻഡ്, ഈസ്ലെറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് സെൽസ് വരുന്നുണ്ട്, പൈനീൽ ഗ്ലാൻഡ് വരുന്നുണ്ട്, ടെസ്റ്റിസ് ഇൻ മെയിൽ, ഓവറീസ് ഇൻ ഫീമെയിൽ ഒക്കെയാണ് വരുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്താ നോക്കാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദി ഹൈപ്പോഫൈസിയൽ ഫോസ ഓഫ് ദി സീനോയിഡ് ബോൺ അറ്റ് ദ ബേസ് ഓഫ് ദി ബ്രെയിൻ. ബേസ് അതായത് നമ്മുടെ തലച്ചോറിന്റെ അടിഭാഗത്ത് സീനോയിഡ് ബോണിലെ ഹൈപ്പോഫൈസിയൽ ഫോസ എന്നൊരു ഭാഗമുണ്ട്. ഇവിടെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എവിടെ സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ബ്രെയിനിന്റെ അടിഭാഗത്ത് അല്ലെ. ബേസ് എന്ന് പറഞ്ഞാൽ എന്താ? അടിഭാഗത്ത് സ്ഫീനോയിഡ് ബോൺ ഉണ്ട്. ഈ സ്ഫീനോയിഡ് ബോണിലുള്ള ഹൈപ്പോഫൈസിയൽ ഫോസ എന്ന് പറഞ്ഞ ഏരിയയിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദി നെക്ക്. ഇത് തൈറോയിഡ് ഗ്ലാൻഡ് എവിടെയുള്ളത്? നമ്മുടെ കഴുത്തിലാണുള്ളത് അല്ലെ. ഇൻ അസോസിയേഷൻ വിത്ത് ലാരിങ്സ് ആൻഡ് ട്രക്കിയ. ലാരിങ്സും ട്രക്കിയും കൂടി അസോസിയേറ്റ് ചെയ്ത് ചേർന്ന് നിൽക്കുന്ന ഭാഗത്താണ് കാണപ്പെടുന്നത് അല്ലെ. നെക്കില കഴുത്തിലാണെന്ന് പറഞ്ഞു. കഴുത്തിൽ വരുന്ന ഭാഗം തന്നെയാണ് ലാരിങ്സും ട്രക്കിയും ഒക്കെ നമ്മുടെ കഴുത്തിൽ വരുന്ന ഭാഗമാണ്. ഇത് ചേരുന്ന സ്ഥലത്ത് ഏത് ഭാഗത്തായിട്ടാണ് വരുന്നത്? നമ്മുടെ സെർവിക്കൽ ആൻഡ് തൊറാസിക് വെർട്ടിബ്രയുടെ 5th 6th 7th ലെവലിലാണ് എന്ത് കാണപ്പെടുന്നത്? തൈറോയിഡ് ഗ്ലാൻഡ് കാണപ്പെടുന്നത്. ഇതാണ് പറയുന്നത്. തൈറോയിഡ് ഗ്ലാൻഡ് നമ്മുടെ നെക്കിലാണ് കാണപ്പെടുന്നത്. നെക്കിൽ തന്നെ ലാരിങ്സും ട്രക്കിയും കൂടി അസോസ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ഓക്കെ സെർവിക്കൽ ആൻഡ് തൊറാസിക് വെർട്ടിബ്രയുടെ 5th 6th 7th ലെവലിലാണ് എന്ത് കാണപ്പെടുന്നത്? തൈറോയിഡ് ഗ്ലാൻഡ് കാണപ്പെടുന്നത്. അത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പാരാതൈറോയിഡ് ഗ്ലാൻഡ് ആണ്. പാരാതൈറോയിഡ് ഗ്ലാൻഡ് ദീസ് ആർ എംബഡഡ് ഇൻ ദി പോസ്റ്റീരിയർ സർഫസ് ഓഫ് ഈച്ച് ലോബ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. അതായത് ഇത് എവിടെ കാണപ്പെടുന്നത്? പാരാതൈറോയിഡ് ഗ്ലാൻഡ് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ ഓരോ ഭാഗങ്ങളുണ്ട് അല്ലെ. ആ ഭാഗത്തിന്റെ പിൻഭാഗത്ത്. ഓക്കെ, പോസ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ എന്താ? പിൻഭാഗമാണ് കേട്ടോ. ആന്റീരിയർ എന്ന് പറഞ്ഞാൽ മുൻഭാഗവും പോസ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ പിൻഭാഗമാണ്. ഓക്കെ, തൈറോയിഡ് ഗ്രന്ഥിയിൽ എന്തുണ്ട്? ഓരോ ലോബുകൾ ഉണ്ട് അല്ലെ. അതാണ് പറയുന്നത്. ദീസ് ആർ എംബഡഡ് ഇൻ ദി പോസ്റ്റീരിയർ സർഫസ് ഓഫ് ഈച്ച് ലോബ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഓരോ ലോബിന്റെയും പിൻഭാഗത്തായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? പാരാതൈറോയിഡ് ഗ്ലാൻഡ് കാണപ്പെടുന്നത്. അത് ക്ലിയർ ആയില്ലേ? നമുക്ക് അഡ്രീനൽ ഗ്ലാൻഡ് നോക്കാം. ദീസ് ആർ സിറ്റുവേറ്റഡ് വൺ ഓൺ ദ അപ്പർ പോൾ ഓഫ് ഈച്ച് കിഡ്നി. അപ്പർ പോൾ എന്ന് പറഞ്ഞാൽ മുകളിലുള്ള പോൾ എന്ന് പറഞ്ഞാൽ ധ്രുവം എന്നുള്ള അർത്ഥം. അതായത് നമ്മുടെ 2 കിഡ്നിയുടെ മുകൾ ഭാഗത്ത് നിങ്ങൾ ഒരു തൊപ്പി പോലത്തെ ഒരു സംഭവം കണ്ടിട്ടില്ലേ? ഓക്കെ. ദീസ് ആർ സിറ്റുവേറ്റഡ് വൺ ഓൺ ദ അപ്പർ പോൾ ഓഫ് ഈച്ച് കിഡ്നി. ഓരോ കിഡ്നിയുടെയും മുകളിലത്തെ പോർഷനിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? അഡ്രീനൽ ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഓരോ കിഡ്നിയുടെയും മുകളിലത്തെ പോർഷനിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? അഡ്രീനൽ ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈസ്ലെറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് സെല്ലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദീസ് ആർ ഫൗണ്ട് ഇൻ ക്ലസ്റ്റേഴ്സ്. ഈസ്ലെറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ക്ലസ്റ്റേഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടങ്ങളായിട്ടാണ് കാണപ്പെടുന്നത് അല്ലെ. ഇറഗുലർലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട്. ഇത് ഇറഗുലർലി എന്ന് പറഞ്ഞാൽ എന്താ? കൃത്യതയില്ലാണ്ട് അവിടെ ഇവിടെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നുണ്ടാവും അല്ലെ. എവിടെ? ത്രൂ ഔട്ട് സബ്സ്റ്റൻസ് ഓഫ് പാൻക്രിയാസിലുള്ള സബ്സ്റ്റൻസിൽ ഇത് ഇറഗുലർലി കൃത്യതയില്ലാണ്ട് അവിടെ ഇവിടേക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കപ്പെടുന്നു. ഓക്കെ,
ഒന്നും കൂടി നോക്കാം. ഈ സ്ലെറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് സെൽ എന്ന് പറയുന്നത് ഇത് ക്ലസ്റ്റേഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇത് നമ്മുടെ പാൻക്രിയാസിലുള്ള സബ്സ്റ്റൻസിൽ യാതൊരു കൃത്യതയും ഇല്ലാണ്ട് അവിടെ ഇവിടെയായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടന്നിട്ടാണ് നമുക്ക് കാണപ്പെടുന്നതെന്നാണ് പറയുന്നത്. അത് ക്ലിയർ അല്ലേ? ഇനി പൈനിയൽ ഗ്ലാൻഡ് ആണ് പറയുന്നത്. പൈനിയൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്മോൾ ബോഡി. ഇത് പറയുന്നത് ഒരു സ്മോൾ ബോഡിയാണ്. ഇത് സിറ്റുവേറ്റഡ് ഇൻ ദി ബ്രെയിൻ ബിലോ ദ കോർപ്പസ് കലോസം ആൻഡ് പോസ്റ്റീരിയർ ടു തേർഡ് വെൻട്രിക്കിൾ ഓഫ് ദി ബ്രെയിൻ. അതായത് ഇത് തലച്ചോറിന്റെ കോർപ്പസ് കലോസത്തിന്റെ താഴെയും, എന്താണ് കോർപ്പസ് കലോസത്തിന്റെ താഴെയും, അതാണ് പറയുന്നത് ബിലോ ദ കോർപ്പസ് കലോസം, കോർപ്പസ് കലോസത്തിന്റെ താഴെയും. പിന്നെന്താണ് പറയുന്നത് തലച്ചോറിന്റെ, അതായത് നമ്മുടെ ബ്രെയിനിന്റെ തേർഡ് വെൻട്രിക്കിളിന്റെ പുറകിലുമായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയൊരു ശരീരമാണ്, ചെറിയൊരു സ്മോൾ ബോഡിയാണ് എന്തെന്ന് പറയുന്നത് പൈനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അതായത് ഇതെന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ബ്രെയിനിൽ ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലുള്ള കോർപ്പസ് കലോസത്തിന്റെ താഴെയും, ഓക്കെ, കോർപ്പസ് കലോസത്തിന്റെ താഴെയും പിന്നെന്താണ് നമ്മുടെ തന്നെ ബ്രെയിനിലുള്ളത് തന്നെ തേർഡ് വെൻട്രിക്കിളിന്റെ പുറകിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയൊരു ശരീരമാണ് എന്തെന്ന് പറയുന്നത് പൈനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ബ്രെയിൻ ബിലോ ദ കോർപ്പസ് കലോസം. അതായത് ബ്രെയിൻ നമ്മുടെ എന്താണ് നമ്മുടെ ബ്രെയിനിലെ കോർപ്പസ് കലോസത്തിന്റെ താഴെ, ഫസ്റ്റത്തെ എന്താ പറയുന്നത് കോർപ്പസ് കലോസത്തിന്റെ താഴെയും, പിന്നെന്താ പറയുന്നത് ആൻഡ് പോസ്റ്റീരിയർ ടു തേർഡ് വെൻട്രിക്കിൾ ഓഫ് ദി ബ്രെയിൻ, നമ്മുടെ ബ്രെയിനിന്റെ തേർഡ് വെൻട്രിക്കിളിന്റെ പുറകിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയൊരു ശരീരമാണ് പൈനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ? നെക്സ്റ്റ് വരുന്ന ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഇത് എൻഡോക്രൈൻ ഗ്ലാൻഡ് വരുന്നത് ഏതൊക്കെയാണ് വരുന്നത് ടെസ്റ്റിസ് ഇൻ മെയിൽ വരുന്നുണ്ട്, പിന്നെന്താണ് ഓവറീസ് ഇൻ ഫീമെയിൽ ആണ് വരുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനില്ല. നെക്സ്റ്റ് നമ്മൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്താണെന്നാണ് ഇപ്പൊ നമ്മൾ പൊസിഷൻ മാത്രമാണ് ഇപ്പൊ പറഞ്ഞത് അല്ലെ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പൊസിഷൻ നമ്മൾ പറഞ്ഞു എവിടെയാന്നുള്ളതൊക്കെ. പക്ഷേ ഇനി അതിന്റെ ഫംഗ്ഷൻ അതിനെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നെക്സ്റ്റ് പറയുന്നത് കേട്ടോ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞാല് സ്മോൾ ചെറിയ ഒരു റെഡിഷ് ഗ്രേ കളറുള്ള പീ ഷേപ്ഡ് ഗ്ലാൻഡ് ആണ്. അതായത് പയർവിത്ത് പോലെ കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡ് ആണ്. ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്താണ് നിയർ ദി ഹൈപ്പോതലാമസ് ഓഫ് ബ്രെയിനിന്റെ ഹൈപ്പോതലാമസിന്റെ അടുത്തായിട്ടാണ് കാണപ്പെടുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കൺസിസ്റ്റ് ഓഫ് ടു ലോബ്സ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ 2 ലോബുകളുണ്ട്. ആന്റീരിയർ ലോബും ഉണ്ട്, പോസ്റ്റീരിയർ ലോബും ഉണ്ട്. ആന്റീരിയർ ലോബിനെ അഡിനോ ഹൈപ്പോഫൈസിസ് എന്നും പോസ്റ്റീരിയർ ലോബിനെ ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്നും പറയുന്നു. The secretions of all other endocrine glands is mostly controlled by pituitary gland. അതായത് എന്താണ് എൻഡോക്രൈൻ ഗ്ലാൻസിന്റെ സെക്രീഷൻസിനെ, അതായത് എൻഡോക്രൈൻ ഗ്ലാൻസിന്റെ എല്ലാ സെക്രീഷൻസിനെ ഒരുവിധം മോസ്റ്റ് സെക്രീഷൻസിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻസിന്റെ ഒരുവിധം എല്ലാ സെക്രീഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എല്ലാ സെക്രീഷൻസിനെയും കൺട്രോൾ ചെയ്യണ കാരണം തന്നെ ഇതിനെന്തെന്ന് പറയുന്നുണ്ട് മാസ്റ്റർ ഗ്ലാൻഡ് ഓഫ് ദ ബോഡി എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഓക്കെ, അതിനെ പറയുന്നത് ദ സെക്രീഷൻസ് ഓഫ് അതർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. മറ്റുള്ള എല്ലാ നമ്മുടെ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ മാത്രമല്ല മറ്റുള്ള എല്ലാ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന്റെ സെക്രീഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പെർഫോം ഇറ്റ്സ് ഫംഗ്ഷൻ ബൈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അതിന്റെ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നത് കാണിക്കുന്നത് ഏത് മെക്കാനിസം വഴിയാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം വഴിയാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അതിന്റെ ആക്ഷൻ പെർഫോം ചെയ്യുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം വഴിയാണ്. പിന്നെന്താ പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് മാസ്റ്റർ ഗ്ലാൻഡ് ഓഫ് ദി ബോഡി. അത് കാരണം തന്നെ നമ്മൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ ഗ്ലാൻഡിനെ മാസ്റ്റർ ഗ്ലാൻഡ് ഓഫ് ദി ബോഡി എന്നറിയപ്പെടുന്നത്. എന്താണ് മാസ്റ്റർ? കേൾക്കുന്നില്ലേ? ഇപ്പൊ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ കേൾക്കാം. ഓക്കെ ഒന്നും കൂടി നേരത്തെ ക്ലിയർ അല്ലായിരുന്നു. ഓക്കെ
ദ സെക്രീഷൻസ് ഓഫ് ഓൾ അതർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് മറ്റുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന്റെ മറ്റുള്ള സെക്രീഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഈ പെർഫോം ചെയ്യുന്നതിന്റെ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ ഏത് മെക്കാനിസം വഴിയാണ് ഇതിന്റെ ഫംഗ്ഷൻ നിറവേറ്റുന്നത് വെച്ചാൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് വഴിയാണ് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അതിന്റെ ഫംഗ്ഷൻ നിറവേറ്റുന്നത്. ഇത് എല്ലാ സെക്രീഷൻസിനെയും എൻഡോക്രൈൻ ഗ്ലാൻഡിലുള്ള എല്ലാ സെക്രീഷൻസിനെയും ഇത് കൺട്രോൾ ചെയ്യണം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കൺട്രോൾ ചെയ്യണ കാരണം പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ നമ്മൾ മാസ്റ്റർ ഗ്ലാൻഡ് ഓഫ് ദി ബോഡി എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? മാസ്റ്റർ ഗ്ലാൻഡ് ഓഫ് ദ ബോഡി എന്നാണ് അറിയപ്പെടുന്നത്. ഇത്രയും ക്ലിയർ ആയില്ലേ? ക്ലിയറാ? ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ, ഡ്വാർഫിസം. നെക്സ്റ്റ് നമുക്ക് ഡ്വാർഫിസം നോക്കാം. ഡ്വാർഫിസം ഈസ് എ ഡിസോർഡർ ആണ്. ഡ്വാർഫിസം എന്ന് പറയുന്ന ഒരു ഡിസോർഡർ ആണ് കോസ്ഡ് ബൈ ഹൈപ്പോ ആക്ടിവിറ്റി ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആക്ടിവിറ്റി കുറവ് മൂലം. ഹൈപ്പോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പ്രവർത്തന കുറവ് മൂലം അല്ലെ. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറവും ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. ഓക്കെ. ഡ്വാർഫിസം ഈസ് എ ഡിസോർഡർ കോസ്ഡ് ബൈ ഹൈപ്പോ ആക്ടിവിറ്റി ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പ്രവർത്തന കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഡ്വാർഫിസം എന്ന് പറയുന്നത്. That is less secretion of anterior lobe of pituitary gland. അതായത് ലെസ് സെക്രീഷൻ ഓഫ് ആന്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലുള്ള ആന്റീരിയർ ലോബിന്റെ സെക്രീഷന്റെ കുറവ് മൂലമാണ് എന്തുണ്ടാകുന്നത്? ഡ്വാർഫിസം ഉണ്ടാവുന്നത്. അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആന്റീരിയർ ലോബ് ഉണ്ടാക്കുന്ന സെക്രീഷൻ ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഗ്രോത്ത് ഹോർമോൺ അല്ലെ. ഗ്രോത്ത് ഹോർമോൺ അതുവരെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഗ്രോത്ത് ഹോർമോൺ ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആന്റീരിയർ ലോബ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഗ്രോത്ത് ഹോർമോൺ ആണ്. അപ്പൊ ഈ ഗ്രോത്ത് ഹോർമോണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് ഡ്വാർഫിസം എന്ന് പറയുന്നത്. ഓക്കെ. ഡ്വാർഫിസം എന്താ നോക്കാം ഒന്നും കൂടി. ഇറ്റ് ഈസ് എ ഡിസോർഡർ. ഇതെന്ന് പറയുന്ന ഒരു അസുഖമാണ്. എന്താണ് ഇതിന് കാരണം വെച്ചാല് ഹൈപ്പോ ആക്ടിവിറ്റി ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആക്ടിവിറ്റി കുറവ് മൂലം. ഓക്കെ. ആക്ടിവിറ്റി കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് ഡ്വാർഫിസം എന്ന് പറയുന്നത്. അതായത് ലെസ് സെക്രീഷൻ ഓഫ് ആന്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആന്റീരിയർ ലോബ് കുറവ് രീതിയിൽ മാത്രമാണ് സെക്രീറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. ഹോർമോൺസിനെ അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഉണ്ടാവുന്ന അസുഖമാണ് ഡ്വാർഫിസം എന്ന് പറയുന്നത്. ഓക്കെ. ഡ്വാർഫിസത്തിന്റെ സിംറ്റംസ് എന്തൊക്കെയാ നോക്കാം. സിംറ്റംസ് എന്താ? സൂചനകൾ അല്ലെ. സ്റ്റണ്ടഡ് ഗ്രോത്ത് ഓഫ് ദ ബോഡി. അതായത് സ്റ്റണ്ടഡ് ഗ്രോത്ത് ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വളർച്ച മുരടിക്കും അല്ലെ. നമ്മുടെ ശരീരത്തിന്റെ വളർച്ച മുരടിക്കും. അഡൾട്ട്സ് ആർ അബൌട്ട് 3 feet in height. ഓക്കെ. അതായത് അഡൾട്ട്സ് ഏകദേശം 3 അടി ഉയരമുണ്ടായിരിക്കും. ഓക്കെ. സ്റ്റണ്ടഡ് ഗ്രോത്ത് ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബോഡിയുടെ വളർച്ച മുരടിക്കും. ദാറ്റ് ഈസ് അഡൾട്ട്സ് ആർ അബൌട്ട് 3 feet in height. അഡൾട്ട്സിന് ഏകദേശം 3 അടിയാണ് ഹൈറ്റ് വരുന്നത്. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ബോൺസ് ആൻഡ് അതർ ഓർഗൻസ് ഡു നോട്ട് ഗ്രോ ഇനഫ്. ഓക്കെ. ബോൺസും മറ്റുള്ള ഓർഗൻസും എന്ത് ചെയ്യില്ല? ഡു നോട്ട് ഗ്രോ ഇനഫ്. വേണ്ടത്ര രീതിയിൽ എന്ത് ചെയ്യില്ല? വളർച്ച ഉണ്ടാവില്ല. നമ്മുടെ എല്ലുകളും ആയാലും മറ്റുള്ള ഓർഗൻസിനായാലും വേണ്ടത്ര രീതിയിലുള്ള വളർച്ച ഉണ്ടാവില്ല. സെക്സ് ഓർഗൻസ് ആൻഡ് സെക്കൻഡറി സെക്സ് ക്യാരക്ടറിസ്റ്റിക് ഡു നോട്ട് ഗ്രോ. അതായത് സെക്സ് ഓർഗൻസ് ആയാലും പിന്നെ സെക്കൻഡറി സെക്സ് ഓർഗൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തും മറ്റേ മസിൽ ഗ്രോത്ത് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതൊന്നും വേണ്ടത്ര രീതിയിൽ വളരില്ല. മെറ്റബോളിസം ഈ സ്ലൈറ്റ്ലി ഡിസ്റ്റർബ്. നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിസം നേരിയ രീതിയിൽ എന്ത് ചെയ്യും? ഡിസ്റ്റർബ്ഡ്. അതായത് കുറയും. ഓക്കെ. നല്ല രീതിയിൽ നടക്കില്ല, കുറയും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഡ്വാർഫിസത്തിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. ഡ്വാർഫിസം ക്ലിയർ ആണോ? ഡ്വാർഫിസം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊക്കം കുറവ് അല്ലെ പറയില്ലേ? ഡ്വാർഫിസം പിക്ചർ കണ്ടുണ്ടായില്ലേ? ഓർമ്മയില്ലേ? ഓക്കെ. ഇനി ജിഗാൻഡിസം. ജിഗാൻഡിസം ഈ ഡ്വാർഫിസത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. അതായത് നമ്മുടെ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലുള്ള ആന്റീരിയർ ലോബ് കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ് ജിഗാൻഡിസം എന്ന് പറയുന്നത് അല്ലെ. ഈ നമ്മുടെ ഡ്വാർഫിസത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ജിഗാൻഡിസം വരുന്നത്. ദിസ് ഡിസോർഡർ ഈസ് കോസ്ഡ് ബൈ ഹൈപ്പർ ആക്ടിവിറ്റി ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ഹൈപ്പർ ആക്ടിവിറ്റി മൂലം ഉണ്ടാകുന്നതാണ് എന്തെന്ന് പറയുന്നത്?
ജിഗാൻഡിസം എന്ന് പറയുന്നത് ഹൈപ്പർ ആക്ടിവിറ്റി മൂലം ഉണ്ടാകുന്നതാണ്. അതായത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ഹൈപ്പർ ആക്ടിവിറ്റി, കൂടുതലായിട്ടുള്ള ആക്ടിവിറ്റി മൂലം ഉണ്ടാകുന്നതാണ് ജിഗാൻഡിസം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എക്സസ് സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ. അതായത് കൂടുതലായിട്ടുള്ള ഗ്രോത്ത് ഹോർമോൺ കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യും. ആര്? ആന്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആന്റീരിയർ ലോബ് കൂടുതലായിട്ട് എന്ത് ചെയ്യും? ഗ്രോത്ത് ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. ഈ കണ്ടീഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജിഗാൻഡിസം എന്ന് പറയുന്നത്. ഓക്കെ, ജിഗാൻഡിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡിസോർഡർ കാരണമാവുന്നത് എന്താണ്? ഹൈപ്പർ ആക്ടിവിറ്റി ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ കൂടുതലായിട്ടുള്ള ആക്ടിവിറ്റി മൂലം ഉണ്ടാകുന്ന അസുഖമാണ് എന്തെന്ന് പറയുന്നത്? ജിഗാൻഡിസം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഗ്രോത്ത് ഹോർമോൺ ഉണ്ടല്ലോ, അതായത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആന്റീരിയർ ലോബ് കൂടുതലായിട്ട് ഗ്രോത്ത് ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. ഈ കണ്ടീഷനെയാണ് നമ്മൾ ജിഗാൻഡിസം എന്ന് പറയുന്നത്. ജിഗാൻഡിസത്തിന്റെ സിംറ്റംസ് നോക്കാം. ദ ഹൈറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഈസ് 7 to 8 feet. അതായത് ഇൻഡിവിജ്വലിന്റെ, ഒരു വ്യക്തിയുടെ, ഈ ജിഗാൻഡിസം സംഭവിച്ച വ്യക്തിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 7 to 8 feet, ഒരു 7 മുതൽ 8 അടിയോളം വരും ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മെന്റൽ കൺഫ്യൂഷൻ, അതായത് നോർമൽ ലെവലിനേക്കാളും കൂടുതലായിട്ടുള്ള വളർച്ചേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജിഗാൻഡിസം എന്ന് പറയുന്നത് അല്ലെ. മെന്റൽ കൺഫ്യൂഷൻ മേ ബി ഒബ്സർവ്ഡ്, അതായത് മാനസികപരമായിട്ടുള്ള കൺഫ്യൂഷൻ, ആകാംക്ഷ, ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്വെറ്റിംഗ് ഈസ് ഇൻക്രീസ്, നല്ലപോലെ വിയർക്കും. പിന്നെന്താ പറയുന്നത്? മെറ്റബോളിസം ഷോസ് ഹൈപ്പർ ഗ്ലൈസീമിയ ആൻഡ് ഗ്ലൈക്കോസ്യൂരിയ. മെറ്റബോളിസം എന്തൊക്കെ? മെറ്റബോളിസം ഷോസ് ഹൈപ്പർ ഗ്ലൈസീമിയ ആൻഡ് ഗ്ലൈക്കോസ്യൂരിയ. അതായത് നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുകയും ചെയ്യും. യൂറിൻ വഴിയും കൂടുതലായിട്ട് ഗ്ലൈക്കോസ്യൂരിയ എന്ന് പറഞ്ഞാൽ യൂറിൻ വഴി എന്ത് പോവും? ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഷുഗർ സെക്രീറ്റ് ചെയ്ത് പോകുന്ന കണ്ടീഷൻ. ഓക്കെ, അതായത് മെറ്റബോളിസത്തിന്റെ ഫലമായിട്ട്, ഈ ജിഗാൻഡിസം ഉള്ള ആൾക്കാരിൽ മെറ്റബോളിസത്തിന്റെ ഫലമായിട്ട് നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അല്ലെങ്കിൽ ഷുഗറിന്റെ അളവ് കൂടുതലായിട്ട് കാണുകയും ചെയ്യപ്പെടും. അതുപോലെ നമ്മുടെ ഈ യൂറിൻ വഴി ഷുഗർ എക്സ്ക്രീറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മസിൽ ആൻഡ് വിസെറ ആർ പ്രൊപ്പോർഷണലി ലാർജ്. ഓക്കെ, മസിൽസ് ആൻഡ് വിസെറ ആർ പ്രൊപ്പോർഷണലി ലാർജ് എന്ന് പറഞ്ഞാൽ എന്താ? മസിലിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വിസെറയുടെ വലിപ്പം കൂടും. വിസെറ എന്താ നമ്മൾ പറഞ്ഞിരുന്നല്ലോ? വിസെറ എന്ന് പറഞ്ഞാൽ എന്താ? ആന്തരാവയവം, ഇന്റേണൽ ഓർഗൻസ്. ഇന്റേണൽ ആന്തരാവയവങ്ങൾ അല്ലെ. മസിൽസിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വിസെറയുടെ വലിപ്പം കൂടും. നെക്സ്റ്റ് നമ്മൾ എന്താ പറയുന്നത്? ഹോർമോൺസ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ് അല്ലെ. തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഹോർമോൺസ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡിലുള്ള ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് പറയുന്നത്? തൈറോക്സിൻ വരുന്നുണ്ട്, പിന്നെ ട്രൈ അയഡോ തൈറോണിൻ വരുന്നുണ്ട്, കാൽസിറ്റോണിൻ വരുന്നുണ്ട്. ഓക്കെ, തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഹോർമോൺസ് ഏതൊക്കെയാണ് വരുന്നത്? 3 ഹോർമോൺസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് അല്ലെ. തൈറോക്സിൻ വരുന്നുണ്ട്, ട്രൈ അയഡോ തൈറോണിൻ വരുന്നുണ്ട്, കാൽസിറ്റോണിൻ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ 3 ഹോർമോൺസ് ഉള്ളൂ. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് ആ ഹോർമോൺസിന്റെ പേര് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഗോയിറ്റർ ആണ്. ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ. ഓക്കെ, അതായത് അയഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് എന്തെന്ന് പറയുന്നത്? ഗോയിറ്റർ എന്ന് പറഞ്ഞാല്. ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ലെസ് തൈറോയിഡ് ഹോർമോൺ ഫ്രം തൈറോയിഡ് ഗ്ലാൻഡ്. അതായത് പ്രൊഡക്ഷൻ ഓഫ് ലെസ് തൈറോയിഡ് ഹോർമോൺ ഫ്രം തൈറോയിഡ് ഗ്ലാൻഡ്. അതായത് തൈറോയിഡ് ഗ്ലാൻഡ് തൈറോയിഡ് ഹോർമോൺസ് കുറച്ച് മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുള്ളൂ. ഗോയിറ്ററിന്റെ കേസിൽ എന്താണ്? കുറച്ച് മാത്രമേ ഉൽപ്പാദിപ്പിക്കുള്ളൂ. ഓക്കെ, ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ. എങ്ങനെയാണ് അയഡിൻ ഡെഫിഷ്യൻസി ഉണ്ടാവുക? നമുക്ക് ഫുഡിലൂടെ വേണ്ടത്ര രീതിയിലുള്ള അയഡിൻ ലഭിച്ചില്ല എങ്കിലും ഗോയിറ്റർ ഉണ്ടാവും. അത് മാത്രമല്ല, പിന്നെ ഈ ഗോയിറ്റർ ഉണ്ടാവുമ്പോൾ എന്താ ഉണ്ടാവുക? തൈറോയിഡ് ഗ്ലാൻഡ് ആണ് തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെ. അങ്ങനെ തൈറോയിഡ് ഹോർമോൺ, ഈ തൈറോയിഡ് ഗ്ലാൻഡ് കുറച്ചളവിൽ മാത്രമാണ് തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുള്ളൂ. ഓക്കെ, അങ്ങനത്തെ കേസിലൊക്കെ ഉണ്ടാവുന്ന അസുഖമാണ് എന്തെന്ന് പറയുന്നത്? ഗോയിറ്റർ എന്ന് പറഞ്ഞാല്. ഗോയിറ്ററിന്റെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഗോയിറ്ററിന്റെ പിക്ചർ കണ്ടത് ഓർമ്മയില്ലേ? കഴുത്തിലൊരു മുഴ പോലെ കാണുന്നത് അല്ലെ ഗോയിറ്റർ. ഓക്കെ ഓക്കെ, ഇതിന്റെ സിംറ്റംസ് ആണ് പറയുന്നത്. അബ്നോർമൽ എൻലാർജ്മെന്റ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ് അല്ലെ. അബ്നോർമൽ എൻലാർജ്മെന്റ് നമ്മൾ പറഞ്ഞൂലേ? തൈറോയിഡ് ഗ്ലാൻഡ് എവിടെ കാണപ്പെടുന്നത്? നെക്കിലാണെന്നൊക്കെ പറഞ്ഞൂലേ? അതിന്റെ പൊസിഷൻ ഒക്കെ നമ്മൾ പഠിച്ചൂലേ? അതുപോലെ തന്നെ ഈ അബ്നോർമൽ എൻലാർജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വലിപ്പം വെക്കുക ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. അതായത് നോർമലിനേക്കാളും നല്ലപോലെ തൈറോയിഡ് ഗ്ലാൻഡ് വലിപ്പം വെച്ച് നമുക്ക് കഴുത്തിന്റെ അവിടെ ഒരു മുഴ പോലെ കാണപ്പെടും. ഓക്കെ, ബോഡി വെയിറ്റ് ഇൻക്രീസസ്. ബോഡിയുടെ വെയിറ്റ് കൂടും. പിന്നെ സ്വെല്ലിംഗ് ഓഫ് നെക്കിന്റെ അവിടെ വീർക്കുക. സ്വെല്ല് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? വീർക്കുക. പിന്നെ റെസ്റ്റ്ലെസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു അസ്വസ്ഥത പ്രൊഡ്യൂസ് ചെയ്യുക. നെർവസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? ആകാംക്ഷ, ടെൻഷൻ, അങ്ങനത്തെ സംഭവമൊക്കെ, നമുക്കൊരു സുഖമില്ലാത്ത പോലത്തെ. ഓക്കെ, മെന്റൽ എക്സൈറ്റ്മെന്റും ഇത് തന്നെയാണ് ടെൻഷൻ.
ഓക്കെ, ക്യൂരിയോസിറ്റി, ആകാംക്ഷ, ടെൻഷൻ, എക്സൈറ്റ്മെന്റ്, ആകാംക്ഷ അർത്ഥമാണ് വരുന്നത്. പിന്നെ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് പാറ്റേൺ, അതായത് ഈ ടെൻഷനും കാര്യങ്ങളും ഉള്ളപ്പോൾ തന്നെ നമ്മുടെ എന്ത് ചെയ്യും, ഈ സ്ലീപ്പ് പാറ്റേൺ ഡിസ്റ്റർബ്ഡ് ആവും അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യതിയാനം ഉണ്ടാവും, നമുക്ക് വേണ്ടത്ര രീതിയിലുള്ള ഉറക്കവും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഓക്കെ, ഇതൊക്കെയാണ് ഗോയിറ്ററിന്റെ സിംറ്റംസ് പറഞ്ഞത്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡയബറ്റിസ് മെലിറ്റസ് ആണ് കേട്ടോ. ഡയബറ്റിസ് മെലിറ്റസ് എന്താ നോക്കാം. ദ ഹൈപ്പോ സെക്രീഷൻ ഓഫ് ഇൻസുലിൻ. ഹൈപ്പോ സെക്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കുറവ് അല്ലെ, കുറവായിട്ടുള്ള സെക്രീഷൻ ഇൻസുലിൻ ഫ്രം ദി ബീറ്റ സെൽസ് ഓഫ് ഈസ്ലെറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് സെൽ ലീഡ്സ് ടു ഇൻക്രീസ്ഡ് ബ്ലഡ് ഷുഗർ ലെവൽ. അതായത് നമ്മുടെ പാൻക്രിയാസിലുള്ള ഭാഗമാണ് ഈസ്ലെറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈസ്ലെറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ ഏത് സെല്ലുകൊണ്ടാണ് ഈസ്ലെറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് വെച്ചാൽ ബീറ്റ സെൽസ് ആണ്. ഈ ബീറ്റ സെൽസ്, ഈസ്ലെറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലുള്ള ബീറ്റ സെൽസ് കുറച്ച് മാത്രമാണ് ഓക്കെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ വെച്ചെങ്കിൽ എന്താ ഉണ്ടാവുക, നമ്മുടെ ബ്ലഡിലുള്ള ഷുഗർ ലെവൽ കൂടുകയാണ് ചെയ്യുക. ഓക്കെ, അതായത് നമ്മുടെ പാൻക്രിയാസിലുള്ള ഈസ്ലെറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലുള്ള ബീറ്റ സെൽസ് കുറച്ചളവിൽ മാത്രമാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എങ്കിൽ നമ്മുടെ ബ്ലഡിൽ ഷുഗറിന്റെ ലെവൽ കൂടും. ഓക്കെ, ഈ കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ദ ഷുഗർ പാസസ് ത്രൂ യൂറിൻ. ഈ കണ്ടീഷനിൽ ബ്ലഡിൽ മാത്രമല്ല ഷുഗറിന്റെ അളവ് ഉണ്ടാവുക, യൂറിൻ വഴിയും എന്ത് ചെയ്യും, ഷുഗർ പാസ് ചെയ്ത് പോകും. ഓക്കെ, ഈ കണ്ടീഷനാണ് എന്തെന്ന് പറയുന്നത്, ഡയബറ്റിസ് മെലിറ്റസ്. ഓക്കെ, ഡയബറ്റിസ് മെലിറ്റസ് ഒന്നും കൂടി പറയാം. The hyposecretion of insulin from the beta cells of islets of Langerhans leads to increased blood sugar level. Okay, അതായത് നമ്മുടെ പാൻക്രിയാസിലുള്ള ഈസ്ലെറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലുള്ള ബീറ്റ സെൽസ് ഇൻസുലിന്റെ അളവ് ഇൻസുലിനെ കുറച്ച് മാത്രം ഉൽപ്പാദിപ്പിച്ചുള്ളൂ എങ്കിൽ നമ്മുടെ ബ്ലഡിലെ ഷുഗറിന്റെ അളവ് കൂടുകയും ചെയ്യും. ബ്ലഡിൽ മാത്രമല്ല യൂറിനിലും എന്ത് ചെയ്യും, യൂറിൻ വഴിയും ഷുഗർ എക്സ്ക്രീറ്റ് ചെയ്ത് പോവും. ഈ കണ്ടീഷനെയാണ് നമ്മൾ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ദ ഡയബറ്റിസ് മീൻസ് ലാർജ് വോളിയം ഓഫ് യൂറിൻ ഈസ് പാസ്ഡ്. ഡയബറ്റിസിന്റെ അർത്ഥം എന്താ വരുന്നത്, ലാർജ് വോളിയം യൂറിൻ ഈസ് പാസ്ഡ് എന്നാണ് അർത്ഥം വരുന്നത്. മെലിറ്റസ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ് ആണ്. ഓക്കെ, ഡയബറ്റിസ് മെലിറ്റസ് in diabetes mellitus the blood glucose level exceeds normal renal threshold level. അതായത് ഡയബറ്റിസ് മെലിറ്റസിൽ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ലെവല് നോർമൽ റീനൽ ത്രിഷോൾഡ് അതായത് റീനൽ ത്രിഷോൾഡ് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ, വൃക്ക സംബന്ധമായ പരിധിയിനേക്കാളും കൂടുതലായിരിക്കും. അതായത് എന്താണ്, കൂടുതലായിട്ട് യൂറിനിൽ എന്ത് കാണപ്പെടുന്നുണ്ട്, ഗ്ലൂക്കോസ് കാണപ്പെടുന്നുണ്ട്. അതായത് ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടായി കഴിഞ്ഞാൽ ബ്ലഡിൽ മാത്രമല്ല, ഇത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ മാത്രമല്ല ഷുഗറിന്റെ അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുള്ളൂ, അതിനനുസരിച്ച് എന്തിലും കൂടി അളവ് കൂടും, ഗ്ലൂക്കോസിന്റെ അളവ് നമുക്ക് യൂറിനിലും കൂടുതലായിട്ട് കാണപ്പെടാം. അതാണ് പറയുന്നത്. ഓക്കെ, അതായത് ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടുന്നതിനനുസരിച്ച് ഏതിലും കൂടി കൂടും, യൂറിനിലും ഷുഗറിന്റെ അളവ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെന്താ പറയുന്നത്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയബറ്റിസ് മെലിറ്റസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. റൈസ്ഡ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടുന്നുണ്ട്. ഗ്ലൈക്കോസ് യൂരിയ ഉണ്ടാവുന്നുണ്ട്. ഗ്ലൈക്കോസ് യൂരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, യൂറിനിലെ ഷുഗറിന്റെ അളവിനെയാണ് അല്ലെ, യൂറിൻ വഴി ഷുഗർ എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഗ്ലൈക്കോസ് യൂരിയ എന്ന് പറഞ്ഞത് അല്ലെ. ഇനി പോളി യൂറിയ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ. പോളി യൂറിയ എന്തായിരുന്നു, പോളി യൂറിയ യൂറിന്റെ അളവ് കൂടുതൽ യൂറിൻ പുറത്തേക്ക് പോകുന്നതിനെയാണ് എക്സസ് പ്രൊഡക്ഷൻ ഓഫ് യൂറിൻ അല്ലെ, എക്സസ് പ്രൊഡക്ഷൻ ഓഫ് യൂറിനെയാണ് നമ്മൾ പോളി യൂറിയ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താ, ദാഹം കൂടുക. എക്സസ് തേഴ്സ്റ്റ് ആണ് അല്ലെ, എക്സസ്. ഇനി വെയിറ്റ് ലോസ് അല്ലെ, വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ ഭാരം കുറയുക. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടുള്ള ജലനഷ്ടം അല്ലെ. വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ക്ഷീണം. ഓക്കെ, റെസ്റ്റ്ലെസ് എന്ന് പറഞ്ഞാൽ അസ്വസ്ഥത. അസിഡോസിസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നോ, ബ്ലഡിൽ ആസിഡിന്റെ കണ്ടന്റ് ഉണ്ടാവും. ബ്ലഡിൽ ആസിഡിന്റെ കണ്ടന്റിനെയാണ് നമ്മൾ അസിഡോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്കിന്ന്, മൗത്ത്, ടങ്ക് ബിക്കംസ് ഡ്രൈ. നമ്മുടെ സ്കിന്നായാലും മൗത്ത് ആയാലും ടങ്ക് ഒക്കെ ഡ്രൈ ആയിട്ട് മാറും. ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് ബ്രീത്തിങ്, അതായത് നമ്മൾ ശ്വാസം വലിക്കുകയും ചെയ്യുന്ന അല്ലെ, ബ്രീത്തിങ്ങിന്റെ അളവ് കൂടും.
ഇതൊക്കെയാണ് നമ്മൾ ഡയബറ്റീസ് ഉള്ളവർക്ക് കാണാൻ പറ്റുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ. ഇതിന്റെ ട്രീറ്റ്മെന്റ്, ഡയബറ്റീസ് മെലിറ്റസിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഇൻസുലിൻ ഇഞ്ചക്ഷൻ ആണ് അല്ലെ. ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കാം. പിന്നെന്താണ്, ലോ ഇൻടേക്ക് ഓഫ് ഷുഗർ, കുറഞ്ഞ അളവിലുള്ള ഷുഗറിന്റെ ഉപയോഗം. പിന്നെ എക്സർസൈസ്, കൂടുതലായിട്ടുള്ള വ്യായാമം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മാറ്റാൻ പറ്റും, നമുക്ക് ഡയബറ്റീസ് മെലിറ്റസിനെ ട്രീറ്റ്, ഇങ്ങനെയൊക്കെ ഈ 3 മെത്തേഡ് ഫോളോ ചെയ്തിട്ട് നമുക്ക് ഡയബറ്റീസ് മെലിറ്റസിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാ പറയുന്നത്, ഇൻസുലിൻ ഇഞ്ചക്ഷൻ ചെയ്തിട്ട്, പിന്നെന്താണ് ലോ ഇൻടേക്ക് ഓഫ് ഷുഗർ, കുറഞ്ഞ അളവിൽ മാത്രം ഷുഗറിന്റെ ഉപയോഗം, പിന്നെന്താ പറയുന്നത് എക്സസൈസ് എന്ന് പറഞ്ഞാൽ എന്താ, വ്യായാമം. ഓക്കെ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മാറ്റാൻ പറ്റും, ഡയബറ്റീസ് മെലിറ്റസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഇന്ന് എക്സാം ഉണ്ടായിരുന്നോ അതോ സാറ്റർഡേ ആയിരുന്നു എക്സാം? എക്സാം ഉണ്ടായിരുന്നു. എക്സാം എന്നായിരുന്നു ചോദിക്കുക. ഇന്നായിരുന്നോ സാറ്റർഡേ ആയിരുന്നോ? സാറ്റർഡേ. അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റുന്നില്ലേ എക്സാം? കുഴപ്പമില്ലല്ലോ. ആ. നെക്സ്റ്റ് നമ്മുടെ ചാപ്റ്റർ വരുന്നത് സെൻസ് ഓർഗൻസ് ആണ്. സെൻസ് ഓർഗൻസ് അല്ലേ. ഇനി എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടാവും? ഏത് 5 ഉണ്ടാവോ? നോക്കട്ടെ, 1 മിനിറ്റ്. ഇനി 5 ഉണ്ടാവില്ല, ഇനി ഒരു 3 നോക്കട്ടെ, നോക്കി നോക്കട്ടെ. 3, 2, 3. ഇനി ഒരു 3 ചാപ്റ്ററും കൂടി, ഇതൊക്കെ ഉൾപ്പെടാണ്ട് ഒരു 3 ചാപ്റ്ററും കൂടി കേട്ടോ. ആണോ? ഇത് കൂട്ടാണ്ട് ഒരു 3 ചാപ്റ്ററും കൂടി കഴിഞ്ഞാൽ ഈ മാസത്തിനകത്ത് കഴിയുമല്ലേ? ഈ മാസത്ത് കഴിയേണ്ടതാണ്. ഓക്കെ, കഴിയേണ്ടതാണ്. പിന്നെ ഈ വരുന്ന 3 ചാപ്റ്റേഴ്സ് ഒക്കെ ചെറിയ ചെറിയ ചാപ്റ്റർ ആണ്, റിവിഷൻ ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് ഈ റിവിഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ എക്സാം നടത്തുള്ളൂ. ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു, വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. എക്സാമിന്റെ ഡേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. റിവിഷൻ എക്സാം പോവാന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ കൊടുത്തിരിക്കുന്നത് എക്സാം ഡേറ്റ്? റിവിഷന്റെ കാര്യം ഇപ്പൊ മാർച്ചില് എല്ലാം കംപ്ലീറ്റ് ആവും കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ എക്സാം അതുണ്ടാവോ ഇനിയും? എന്താടാ? ഇല്ല, ഇനി ഫൈനൽ എക്സാം. നമുക്ക് ആ മോഡല് നമ്മൾ ഈ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ കിട്ടും. ഈ മറ്റേ ഫാർമസ്യൂട്ടിക്സിന്റെ സബ്ജക്ട് ഉണ്ടാവും? ഇനിയില്ല, ഇനി നമുക്ക് വീണ്ടും എക്സാം എടുക്കാനുള്ള ടൈം ഇല്ലല്ലോ. പിന്നെ ഓൾറെഡി നമ്മൾ ഈ എക്സാം നമ്മൾ ഡെയിലി നടത്തുന്ന എക്സാം തന്നെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എക്സാമിനും അത് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക, അത് തന്നെയാണ് വരാറ്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതന്നെ ഫോക്കസ് ചെയ്ത് ആദ്യം പഠിച്ചൊക്കെ മറന്നുപോയി. നമുക്ക് എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം നമ്മൾ ക്ലാസ്സിൽ എടുക്കുമ്പോഴും പിന്നെ നമ്മൾ വീണ്ടും ക്ലാസ്സിൽ തന്നെ വീണ്ടും ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, വീണ്ടും പഠിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ. കിട്ടും, കുഴപ്പമൊന്നുമില്ല. കോഗ്നസി നോക്കത്തില്ലേ? ഒന്നും കൂടി റിവിഷൻ അത് തീറ്റയും കിട്ടുന്നില്ല, കാരണം അതെല്ലാം മറന്നുപോയി. ഫസ്റ്റില് പഠിച്ചല്ലേ, ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതെ, കോളേജ് ആയാലും ബാക്കിയുള്ള സബ്ജക്ട് ബാക്കിയെല്ലാം ഓക്കെ, ബാക്കി കുഴപ്പമില്ല. നമുക്ക് ഡെയിലി ക്വസ്റ്റ്യൻസ് വരുന്ന അതും തന്നെയാണോ ഫൈനൽ ക്വസ്റ്റ്യൻസ് വരിക? അങ്ങനെ തന്നെയാണ് വരാറ്. അത് തന്നെയാണ് നിങ്ങളെ സിസ്റ്റമാറ്റിക് അങ്ങനെ തന്നെയാണ് വരാറ്. കാരണം വെച്ചാൽ നമ്മളെല്ലാ പോർഷനും കവർ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ആക്കണതല്ലോ. അപ്പൊ ആ പോർഷൻസ് തന്നെ വരുള്ളൂ. ഓക്കെ,
എന്നാലും ഇപ്പൊ അനാട്ടമിയിലായാലും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അല്ലെ. ഡെയിലി നമ്മൾ ക്ലാസ് അതെ അതെ. എടുക്കുന്ന ക്വസ്റ്റ്യൻസ് അത്യാവശ്യം കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതന്നെ ശരിക്കും ഇത് നോക്കിയില്ലെങ്കിൽ കിട്ടത്തില്ല. ആ അതെ. ഓക്കെ. ഇവിടെ നമ്മളെ ഈ ഗ്രൂപ്പിൽ എല്ലാരും ഫീസ് മൊത്തം അടച്ചതാണോ? നമുക്ക് ഗ്രൂപ്പിലൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ചോദിക്കുന്നു. ഇല്ല, കുറച്ചുകൂടി അടയ്ക്കാനുണ്ട്. അടച്ചതാ. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വോയിസ് മെസ്സേജിൽ പറയുന്നുണ്ടായിരുന്നു. ഫീസ് അടയ്ക്കാനുള്ളവരെ അടയ്ക്കാനായിട്ട് പിന്നെ പറയുന്നുണ്ടായിരുന്നു. ഈ മാസം തന്നെ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കൂട്ടാ. അല്ല, ഈ മാസത്തെയും കൂടെ അല്ലേ ഉള്ളൂ. അപ്പത്തേനും നമ്മൾ മൊത്തം എമൗണ്ടും കഴിയുമല്ലോ. അത് പരീക്ഷ കഴിഞ്ഞിട്ടാണോ അതോ അതിനു മുമ്പ് എങ്ങനെയാണോ അതിന് എല്ലാരും? മുൻപ് അടയ്ക്കാനാ പറയുന്നത്. എക്സാമിന് മുൻപ് അടയ്ക്കാനാ പറയുന്നത്. എക്സാമിന് മുന്നേ എന്തായാലും അടയ്ക്കണം, അല്ലെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റൂല. എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് എപ്പോ കിട്ടും? എത്ര ദിവസം? അത് ഓഫീസിൽ ചോദിച്ചാൽ മതി, അവരാണ് സർട്ടിഫിക്കറ്റിന്റെ കേസ്. ഓക്കെ. നമ്മള് ഗ്രൂപ്പില് ഇതൊന്നും നമുക്ക് അയക്കാൻ പറ്റില്ലല്ലോ, മെസ്സേജ് ഒന്നും. പിന്നെ ഫീസ് അടയ്ക്കുന്ന അവരോട് ചോദിക്കുമ്പോ പറയും അത് ഓഫീസ് വേറെ ആരോടോ ചോദിക്കണം എന്ന് പറയും. അതാ ചോദിച്ചു. എക്സാമിന് എല്ലാ ചാപ്റ്ററും ഒരുമിച്ചാണോ ചോദിക്കുന്നത് അതോ എക്സാമിന് സെപ്പറേറ്റ് ഓരോ നമ്മള് ചെറിയ ഓരോ ചാപ്റ്റർ വൈസ് എന്താ ഉദ്ദേശിച്ച് മനസ്സിലായില്ല. ഇപ്പൊ ഒരു സബ്ജക്റ്റിന് ഓരോ സബ്ജക്റ്റ് ആണോ? ഓരോ സബ്ജക്റ്റ് എല്ലാം ഓരോ പാർട്ടായിട്ടാണ് ചോദിക്കുന്നത് അതോ എല്ലാവരും ഒരുമിച്ചാണോ ചോദിക്കുന്നത്? ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് അങ്ങനെയല്ലയോ? അങ്ങനെയാണോ? ഫൈനൽ എക്സാം നമ്മൾ എക്സാം അല്ല, ഫാർമക്കോളജി ഒറ്റ എക്സാമാ അതോ അങ്ങനെ ഒറ്റ എക്സാം ആയിട്ടാണോ അതോ ഫാർമക്കോഗ്നസി ഒരു എക്സാം അങ്ങനെ ഫാർമക്കോളജി അങ്ങനെയാണോ ചോദിക്കുന്നേന്ന്? അങ്ങനെയാണ്. അപ്പൊ എല്ലാം ഒരു ദിവസമായിരിക്കും? അല്ലല്ല, വേറെ ദിവസം. എളുപ്പമല്ലല്ലോ, സെറ്റ് ആവില്ലല്ലോ. എല്ലാം അടുത്തടുത്ത ദിവസങ്ങളായിരിക്കും മാം? എല്ലാം അടുത്തടുത്ത ദിവസങ്ങളായിരിക്കും അതോ ഉണ്ടാവോ? ഗ്യാപ്പ് ഉണ്ടോന്നുള്ളത് അറിയില്ല. ടൈം ടേബിൾ വന്നിട്ടില്ലല്ലോ, അറിയില്ല. ഗ്യാപ്പ് ഉണ്ടോന്നുള്ളത് അറിയില്ല കേട്ടാ. ഗ്യാപ്പ് ഉണ്ടായിരിക്കണം, കാരണം ഇത്രയും പോർഷൻസ് നമുക്ക് കവർ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ വേണമല്ലോ. അല്ല മാം, അത് നമുക്ക് കമ്പ്യൂട്ടർ കുറച്ച് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ഇത് പഠിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എപ്പോഴാ അത് ഉണ്ടാവുക ക്ലാസ്? അത് ഞാൻ ചോദിച്ചു നോക്കിട്ട് പറയാറാ. ഓക്കെ. ശരിക്കും നമ്മളിപ്പോ മിസ് പഠിപ്പിക്കുന്നവിടെ തന്നെ ആയാലും കമ്പ്യൂട്ടറോ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ. ഇപ്പൊ ബില്ലടിക്കലാണ് ഇപ്പോ ഷോപ്പിൽ പോയി കഴിഞ്ഞാലോ ഒന്നും ചെയ്യേണ്ടത്. അപ്പൊ ഓൾറെഡി അവിടെ ഓരോ സിസ്റ്റത്തിലും വ്യത്യാസം ഉണ്ടായിരിക്കും. അവരുടെ ഓരോ സോഫ്റ്റ്വെയർ വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ പറഞ്ഞിടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിച്ചോളാം, മിസ് ഒന്ന് ചോദിച്ചിട്ട് പറയാം. ഓക്കെ. പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കിപ്പോ വലിയ അറിയാൻ ഓണാക്കാൻ ചെയ്യാനൊക്കെ ഇപ്പൊ എല്ലാവരും അറിയുന്നുണ്ടാവുമല്ലോ. പിന്നെ അത് ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ജസ്റ്റ് ബില്ല് എൻട്രി ചെയ്യാനും അതൊക്കെ നമുക്കിപ്പോൾ ഷോപ്പിൽ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ നിൽക്കുകയാണെങ്കിൽ നമുക്കതൊക്കെ അറിയാം. ഒരു മാസം നമ്മൾ നിന്ന് കഴിച്ച് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്താ അറിയാം, കമ്പ്യൂട്ടർ നമ്മൾ ബില്ലടിക്കാനൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ. എന്തൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. കമ്പ്യൂട്ടറിന്റെ കേസൊന്നും നമ്മൾ ഫാർമസിയിൽ നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. പിന്നെ നമ്മൾ ഈ പഠിച്ച പോർഷൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഫാർമക്കോളജിയാണ് നമുക്ക് മെയിനായിട്ട് അറിയേണ്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫാർമക്കോളജിയാണ് അറിയേണ്ടത്. കാരണം ഓരോ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഡ്രഗുകളും ഒക്കെ നമുക്കിപ്പോൾ അറിയാലോ, ഓരോ ഡ്രഗുകൾ ഏതിലൊക്കെ വരുന്നതെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വിധമൊക്കെ അറിയാം. ഓക്കെ. പിന്നെ നമുക്ക് കോഗ്നോസി ആയാലും നമുക്ക് ബന്ധമില്ലാത്തൊരു സബ്ജക്റ്റുകളാണ്. കോഗ്നോസി ആയാലും അനാട്ടമി ആയാലൊക്കെ. ഓക്കെ. പക്ഷേ എല്ലാം നമ്മളിപ്പോ ബിഫാം ആയാലും എംഫാം ആയാലും ഒക്കെ പഠിക്കുന്ന സബ്ജക്റ്റുകൾ തന്നെയാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. മാർക്ക് എല്ലാത്തിന്റെയും മാർക്കാണോ നോക്കുന്നത്? ടോട്ടൽ മാർക്കല്ലേ നോക്കുന്നത്? അതോ ഫാർമക്കോളജിയുടെ മാർക്കാണോ നോക്കുന്നത്? അങ്ങനെയല്ലല്ലോ, എല്ലാം ഒരുമിച്ചല്ലേ നോക്കുന്നത്? എല്ലാം ഒരുമിച്ച് ഇപ്പൊ ഓരോ സബ്ജക്റ്റിൽ തന്നെ ഉണ്ടല്ലോ. ഇപ്പൊ 100ൽ എത്രയാ 40 മാർക്ക്, 38 മാർക്കായിട്ടും പാസ്സാവും. 38 40 ആണ് പാസ് മാർക്ക് വരുന്നത്.
അതിപ്പോ 100-ലാണല്ലോ എക്സാം. 100-ൽ ഇപ്പൊ 38 അല്ലെങ്കിൽ 40 40 അല്ലെ 38. ഓക്കെ, 40 100-ല് 20 20ആണോ? 40 ആ 100-ലാവുമ്പോ 40 വേണ്ടേ? ശരിയാ. ഇവിടെ 50 അല്ലേ നേരത്തെ നമ്മൾ നടത്തിയിട്ടുള്ളത്. ഓക്കെ. പേജിൽ തന്നെ ഉണ്ട് 100-ല് 40 മാർക്കാണുള്ളത് വേണ്ടത്. ഓക്കെ, 100-ല് 40 തന്നെയാണ് പാസ് മാർക്ക് വരുന്നത്. അപ്പൊ ഓരോ സബ്ജക്റ്റിലും നമുക്ക് അത്ര കിട്ടണം. ഓക്കെ, അപ്പൊ ഇത് കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വർക്ക് ചെയ്യാൻ പോവാ. ട്രെയിനിങ് ഇനിയിപ്പോ അധികം കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വർക്ക് ചെയ്യാൻ പോവാന്ന് പറയാം. അടുത്തുള്ള ഷോപ്പിൽ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അത് പ്രശ്നമൊന്നും വരില്ല. ഓക്കെ, പിന്നെന്താണ്, പിന്നൊക്കെ നിങ്ങളുടെ കഴിവ് പോലെയാണ്. നമുക്കിപ്പോ ഒരു സ്ഥലത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആക്റ്റീവ് ആണെന്ന് വെച്ചാൽ അവരെന്തായാലും എന്താണ് നമുക്ക് പഠിക്കും. ഇപ്പൊ നമ്മളിപ്പോ ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ട്. ഓക്കെ, പിന്നെ ഇപ്പൊ നമ്മൾ മരുന്ന് പതുക്കെ എടുത്ത് കഴിഞ്ഞാൽ ഫാർമസിയിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ, ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ 6 മാസമാണ് നിങ്ങൾക്ക് ട്രെയിനിങ് പറയാറ്. ഓക്കെ, 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ അവിടെ തന്നെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ തന്നെ കയറാം. അല്ലെങ്കിൽ ഇപ്പൊ വേറെ നല്ലത് കിട്ടുകയാണെങ്കിൽ അവിടെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം നിങ്ങൾക്ക് ഒരു വർഷത്തെയും കൂടി എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോലിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ എങ്ങനെ സാലറി കൂടുതൽ കിട്ടുന്നതിനനുസരിച്ച് അവിടെ നിന്ന് മാറിയാൽ മതിയാവും. ഓക്കെ, നമുക്കിപ്പോ വീട്ടിൽ നമ്മൾ കോഴ്സ് കഴിഞ്ഞ് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിലൊന്നും നമ്മൾ അറിയില്ല. നമ്മൾ എവിടെയെങ്കിലും വർക്കിന് കയറി കഴിഞ്ഞാൽ തന്നെയാണ് എന്താ അറിയുള്ളൂ, എവിടെയെങ്കിലും നല്ല സാലറി അല്ലെങ്കിൽ സ്കോപ്പ് നല്ല എവിടെയെങ്കിലും ഇത് വേക്കൻസി ഉണ്ടെങ്കിൽ അറിയാം. നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ തൽക്കാലം ഇപ്പൊ കുറച്ച് ആദ്യം സാലറി കുറവ് തന്നെയായിരിക്കും. ഓക്കെ, പിന്നെ ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. ഓക്കെ, പിന്നെ ഓരോരോ ഷോപ്പിനനുസരിച്ചിട്ടൊക്കെയാണ് കേട്ടോ സാലറിയുടെ കേസ് അറിയുന്നത്. ചിലവർക്ക് ഇപ്പൊ മിസ്സിനെ അറിയുന്ന കുറച്ച് കുട്ടികളുടെ തന്നെ സാലറി നോക്കുകയാണെങ്കിൽ ചിലവർക്ക് 10ഉം 14 കിട്ടുന്ന ആൾക്കാരുണ്ട്. ചിലവർക്ക് 18 കിട്ടണവർക്ക് ഉണ്ട്. ഹോസ്പിറ്റലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് സാലറി ഉണ്ട്, ഇതിനേക്കാളും സാലറി ഉണ്ട്. പിന്നെ കഴിഞ്ഞ് ചിലവർ 6-നും 7-നും നിൽക്കണവർ വരെ ഉണ്ട്. 5ഓ 6ഓ അതിന് വരെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അതൊക്കെ പിന്നെ ആ ഒരു ഷോപ്പിന്റെ ഇതനുസരിച്ചിട്ടാണ്. അതാ പറഞ്ഞത്, നമ്മള് നല്ലത് കിട്ടുമ്പോ അതിനനുസരിച്ച് കിട്ടുന്നതനുസരിച്ച് മാറുക. ഓക്കെ, അങ്ങോട്ടൊക്കെ തൃശ്ശൂർ എറണാകുളം ആ ഭാഗത്തേക്ക് നമുക്ക് ഇത് കിട്ടാനായിട്ട് ജോബ് കിട്ടാനായിട്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഈ ട്രിവാൻഡ്രം ഭാഗത്ത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അത് ഫാർമസി പിന്നെ നമ്മുടെ ഇപ്പോന്ന് പറഞ്ഞാല് അത്യാവശ്യം എണ്ണ ഉണ്ടല്ലോ, ഫാർമസി കുറെ ഉണ്ടല്ലോ. ജോലി കിട്ടാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് സ്കിന്നിന്റെ ഫങ്ഷൻസ് നോക്കാം. ഇറ്റ് പ്രൊട്ടക്ട് ഡീപ്പർ ഡെലിക്കേറ്റ് ഓർഗൻസ് ഓഫ് ദി ബോഡി ഫ്രം ഇഞ്ചുറി ആൻഡ് ഇൻഫെക്ഷൻ. നമ്മുടെ സ്കിന്നിലെ നമ്മുടെ സെൻസ് ഓർഗൻസിൽ വരുന്നതാണ്. സ്കിന്ന് വരുന്നുണ്ട്, പിന്നെന്താണ് നമ്മുടെ ഐ വരുന്നുണ്ട്. ഇതൊക്കെ സെൻസ് ഓർഗൻസിൽ വരുന്നതാണ് അല്ലെ. ഐ വരുന്നുണ്ട്, ഇയർ വരുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ് ഇതൊക്കെ നമ്മുടെ എന്തിൽ വരുന്നതാ, സെൻസ് ഓർഗൻസിൽ വരുന്നതാണ് അല്ലെ. കാണുന്നില്ലേ, സ്ക്രീൻ കാണുന്നില്ലേ? ഇറ്റ് പ്രൊട്ടക്ട് ഫങ്ഷൻസ് ഓഫ് സ്കിൻ ആണ് പറയുന്നത്. ഇറ്റ് പ്രൊട്ടക്ട് ഡീപ്പർ ഡെലിക്കേറ്റ് ഓർഗൻസ് ആണ് ഇതെന്ന് പറയുന്നത്. സ്കിൻ എന്ന് പറയുന്നത് ഇറ്റ് പ്രൊട്ടക്ട് ഡീപ്പർ ഡെലിക്കേറ്റ് ഓർഗൻസ് ഓഫ് ദ ബോഡി ഫ്രം ഇഞ്ചുറി ആൻഡ് ഇൻഫെക്ഷൻ. അതായത് നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിൽ എന്തുണ്ട്, ഡെലിക്കേറ്റ് ഓർഗൻസ് ഉണ്ട് അല്ലെ. ഡീപ്പർ ആഴത്തിലുള്ള ഡെലിക്കേറ്റ് ഓർഗൻസ് ഉണ്ട്. അത്രയും ലോലമായ നേർത്ത ഓർഗൻസ് ഉണ്ട്. ഇതിനെ നമ്മുടെ ബോഡിയിലുള്ള നമ്മുടെ ആഴത്തിലുള്ള നേർത്ത ഓർഗൻസിനെ ഇഞ്ചുറിയിൽ നിന്നും ഇൻഫെക്ഷനിൽ നിന്നും രക്ഷിക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്. അല്ലെങ്കിൽ ഒരു ഇറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്, സ്കിന്നാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് പറയുന്നത്. ഇറ്റ് പ്രൊട്ടക്ട് ഡീപ്പർ ഡെലിക്കേറ്റ് ഓർഗൻസ് ഓഫ് ദ ബോഡി. ഓക്കെ, നമ്മുടെ ശരീരത്തിന്റെ ഡീപ്പർ ആഴത്തിലുള്ള ലോലമായ ഭാഗങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഇഞ്ചുറിയിൽ നിന്നും ഇൻഫെക്ഷനിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്, സ്കിന്നാണ്. ഓക്കെ, ഫസ്റ്റത്തെ പോയിന്റ് ക്ലിയർ അല്ലേ? രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് സ്കിൻ കണ്ടെയ്ൻസ് എൻഡ് ഓർഗൻസ് ഓഫ് സെൻസറി നെർവ്സ്. ഓക്കെ, അതായത് നമ്മുടെ ഈ ചർമ്മത്തിൽ, അതായത് നമ്മുടെ സ്കിന്നിൽ എന്തുണ്ട്,
സെൻസറി ഞരമ്പുകളുടെ അവസാന അവയവങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതായത് അവസാന അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ എൻഡുകൾ. ഓക്കെ, അവസാന എൻഡുകൾ അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, ഞരമ്പുകളുടെ അതാ പറയുന്നത്. ചർമ്മത്തില് നമ്മുടെ സ്കിന്നിൽ എന്തുണ്ട്, സെൻസറി നെർവ്സിന്റെ, നമ്മുടെ സ്കിന്നിൽ എന്തുണ്ട്, സെൻസറി നെർവ്സിന്റെ എന്തിട്ടാണ് അവയവങ്ങളുടെ എൻഡിങ്സ് ഉണ്ട്. എൻഡിങ്സ് അതാണ് പറയുന്നത്, അവസാന അവയവങ്ങൾ അടങ്ങിയിരിക്കുന്നു. സ്കിൻ കണ്ടെയ്ൻ എൻഡ് ഓർഗൻസ് ഓഫ് സെൻസറി നെർവ്സ്. സ്കിന്നിൽ എന്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്, എൻഡ് ഓർഗൻസ് ഓഫ് സെൻസറി നെർവ്സ്. സെൻസറി നെർവ്സിന്റെ എൻഡ് ഓർഗൻസ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് എന്താണ്, ഉള്ളിൽ എന്തുണ്ട്, നമ്മുടെ സെൻസറി നെർവ്സ് ഉണ്ട്. അതായത് നമ്മൾ തൊട്ട് കഴിഞ്ഞ് സെൻസറി നെർവ്സ് ഉള്ള കാരണം നമ്മൾ സ്കിന്നിൽ തൊട്ട് കഴിഞ്ഞാലൊക്കെ അറിയണത് അല്ലെ. ഓക്കെ, അപ്പൊ സെൻസറി നെർവ്സിന്റെ എൻഡ് ഓർഗൻസ് എവിടെ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത്, സ്കിന്നിലാണ്. ക്ലിയർ ആണോ അത്? ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. സെൻസറി നെർവ്സിന്റെ എൻഡ് ഓർഗൻസ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത് എവിടെയാണ്, സ്കിന്നിലാണ്. ദ സ്കിൻ അബ്സോർബ്സ് ഓയിലി സബ്സ്റ്റൻസ് ആൻഡ് ഡ്രഗ്സ്. സ്കിൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓയിലി സബ്സ്റ്റൻസിനെയും ഡ്രഗ്സിനെയും ഒക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്കിൻ എന്ത് ചെയ്യുന്നുണ്ട്, ദ സ്കിൻ അബ്സോർബ്സ് ഓയിലി സബ്സ്റ്റൻസ് ആൻഡ് ഡ്രഗ്. സ്കിൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓയിലി സബ്സ്റ്റൻസിനെയും ഡ്രഗ്സിനെയും ഒക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഗീവ്സ് ഒറിജിൻ ടു ഹെയർസ് ആൻഡ് നെയിൽസ്. ഈ സ്കിന്നിൽ നിന്നാണ് നമ്മുടെ ഹെയർസ് ആയാലും നെയിൽസ് ആയാലും ഒറിജിനേറ്റ് ചെയ്യാന്നുണ്ടാ, ഉദ്ഭവിക്കുക അല്ലെ, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള അർത്ഥം, ആരംഭം എന്നുള്ള അവസാനം അർത്ഥം. ഓക്കെ, ഇറ്റ് ഗീവ്സ് ഒറിജിൻ ടു ഹെയർസ് ആൻഡ് നെയിൽസ്. ഹെയർസ് ആയാലും നെയിൽസ് ആയാലും സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, സ്കിന്നിൽ നിന്നാണ്. ഓക്കെ, സ്കിൻ സെക്രീറ്റ് ഓയിലി സെക്രീഷൻ. സ്കിൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓയിലി സബ്സ്റ്റൻസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, ഓയിൽ സെക്രീഷനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. സ്കിൻ സെക്രീറ്റ് ഓയിലി സെക്രീഷൻ, ഓയിലി സെക്രീഷനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ആറാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, സ്കിൻ ഹാസ് ഇൻ എക്സ്ക്രീഷൻ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ. ഓക്കെ, സ്കിന്നെ എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്, വേസ്റ്റ് മെറ്റീരിയൽസിനെ എക്സ്ക്രീറ്റ് ചെയ്യാൻ വേണ്ടി, പുറന്തള്ളാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. എങ്ങനെ, ഏതുപോലുള്ള വേസ്റ്റ് മെറ്റീരിയൽ, സച്ച് ആസ് ഫാറ്റി മെറ്റീരിയൽ ആൻഡ് വാട്ടർ ഇൻ ദ ഫോം ഓഫ് സ്വെറ്റ് ബൈ സ്വെറ്റ് ഗ്ലാൻഡ്. ഓക്കെ, അതായത് നമ്മുടെ സ്കിന്നെ എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എക്സ്ക്രീഷൻ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസിന്റെ എക്സ്ക്രീഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. അതായത് ഫാറ്റി മെറ്റീരിയലും വാട്ടറും. ഓക്കെ, ഫാറ്റി മെറ്റീരിയലിനൊക്കെ വാട്ടറിനൊക്കെ നമ്മളെ സ്വെറ്റിന്റെ ഫോമിൽ സ്വെറ്റ് ഗ്ലാൻഡിൽ നിന്നും എക്സ്ക്രീറ്റ് ചെയ്യാൻ വേണ്ടി ആര് സഹായിക്കുന്നുണ്ട്, സ്കിന്നെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നും കൂടി ആ പോയിന്റ് പറയാട്ടാ. സ്കിൻ ഹെൽപ്സ് ഇൻ എക്സ്ക്രീഷൻ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ. സ്കിൻ എന്ത് ചെയ്യുന്ന, വേസ്റ്റ് മെറ്റീരിയൽസിനെ എക്സ്ക്രീറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. വേസ്റ്റ് മെറ്റീരിയൽസ് ഏതൊക്കെ വരുന്നത്, ഫാറ്റി മെറ്റീരിയലും വരുന്നുണ്ട്, വാട്ടറും വരുന്നുണ്ട്. ഈ ഫാറ്റി മെറ്റീരിയലിനായാലും വാട്ടറിനായാലും സ്വെറ്റിന്റെ അതായത് വിയർപ്പിന്റെ ഫോമില് സ്വെറ്റ് ഗ്ലാൻഡിൽ നിന്നും എക്സ്ക്രീറ്റ് ചെയ്യാൻ വേണ്ടി ആര് സഹായിക്കുന്നുണ്ട്, സ്കിന്ന് സഹായിക്കുന്നുണ്ട്. ആറാമത്തെ പോയിന്റ് ക്ലിയർ അല്ലേ? ഇനി ഏഴാമത്തെ പോയിന്റ്, സ്കിൻ ഗീവ്സ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അൾട്രാ വയലറ്റ് റേഡിയേഷൻ. സ്കിൻ എന്ത് ചെയ്യുന്നുണ്ട്, സ്കിൻ ഗീവ്സ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അൾട്രാ വയലറ്റ് റേഡിയേഷൻ. അൾട്രാ വയലറ്റ് റേഡിയേഷനിലെതിരെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്, സ്കിന്നാണ് അല്ലെ. സ്കിൻ ഗീവ്സ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അൾട്രാ വയലറ്റ് റേഡിയേഷൻ. നമ്മൾ യു വി റേസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, നമ്മൾ ഈ വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ തേക്കണം എന്നൊക്കെ പറയുന്നത് എന്ത് കാരണമാണ്, അൾട്രാ വയലറ്റ് റേഡിയേഷൻ യു വി റേസ് വരുന്ന കാരണമാണ് അല്ലെ. അത് നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കും അല്ലെ. അപ്പോൾ സ്കിന്നാണ് നമ്മുടെ ബോഡീനെ അതിൽ നിന്ന് രക്ഷിക്കുന്നത് അല്ലെ. അതാണ് പറയുന്നത്, സ്കിൻ ഗീവ്സ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അൾട്രാ വയലറ്റ് റേഡിയേഷൻ. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നാണ്. ആ പോയിന്റ് ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എന്താ പറയുന്നത്, സ്കിൻ ആൻഡ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ആക്ട് ആസ് എ സ്റ്റോറേജ് ഓഫ് വാട്ടർ ആൻഡ് ഫാറ്റ്. ഓക്കെ, നമ്മുടെ സ്കിന്നും സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂം എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, വാട്ടറിന്റെയും ഫാറ്റ്സിന്റെയും ഒരു സ്റ്റോറേജ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സ്കിൻ ആൻഡ് സബ്ക്യൂട്ടേനിയസ് സ്റ്റോറേജ് ആണ് കേട്ടോ. എന്താണുള്ളത്, സ്റ്റോറേജ് ആണ്. സ്റ്റോറേജ് ആണ് കേട്ടോ. സ്കിൻ ആൻഡ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ആക്ട് ആസ് എ സ്റ്റോറേജ് ഓഫ് വാട്ടർ ആൻഡ് ഫാറ്റ്. ഓക്കെ, സ്കിന്നും സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂം നമ്മുടെ സ്റ്റോറേജ് ഓഫ് വാട്ടറിന്റെയും ഫാറ്റിന്റെയും സ്റ്റോറേജ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ്, സ്കിന്നും സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂം നമ്മുടെ വാട്ടറിന്റെയും ഫാറ്റിന്റെയും സ്റ്റോറേജ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് ക്ലിയർ അല്ലേ? സ്കിൻ പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ.
അതായത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിന്നിന് ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ടെന്ന് പറയാം. സ്കിൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ സ്കിന്നിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അത്രയും പോയിന്റ് ക്ലിയർ അല്ലേ? ക്ലിയർ. ഒരാൾ പറഞ്ഞ സ്കിന്നിന്റെ ഫംഗ്ഷൻ പറയാം. Functions of skin. It protects the deeper, delicate organs of the body from injury and infections. നമ്മുടെ ശരീരത്തിലെ ഡീപ്പർ ഡെലിക്കേറ്റ് ഓർഗൻസിനെ, അതായത് ആഴത്തിലുള്ള അതിലോലമായ ഓർഗൻസിനെ ഇഞ്ചുറിയിൽ നിന്നും ഇൻഫെക്ഷൻസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സ്കിൻ സഹായിക്കുന്നുണ്ട്. Skin contains end organs of sensory nerves. സെൻസറി നെർവ്സിലെ എൻഡ് ഓർഗൻസ് സ്കിന്നിലാണ് അടങ്ങിയിരിക്കുന്നത്. The skin absorbs oily substances and drugs. സ്കിന്ന് ഓയിലി സബ്സ്റ്റൻസസും അതുപോലെ ഡ്രഗ്സും അബ്സോർബ് ചെയ്യുന്നുണ്ട്. It gives origin to hairs and നെയിൽസും ഹെയർസും ഒക്കെ ഉത്ഭവിക്കുന്നത് ഈ സ്കിന്നിൽ നിന്നാണ്. Skin secretes oily secretions. സ്കിന്ന് ഓയിൽ സബ്സ്റ്റൻസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. Skin helps in secretions of water materials such as fatty materials and water in the form of sweat by sweat glands. ഗ്ലാൻസിലുള്ള സ്വെറ്റിന്റെ ഫോമിലുള്ള വാട്ടറിനെയും അതുപോലെ ഫാറ്റി മെറ്റീരിയലിനെയും വാട്ടർ മെറ്റീരിയൽ നെക്സ്റ്റ് നമുക്ക് പുറത്തേക്ക് തരുന്നത് സ്കിന്നാണ്. Skin gives protection against ultraviolet radiation. അൾട്രാവയലറ്റ് റേഡിയേഷൻ നിന്ന് സ്കിന്നെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. Skin and subcutaneous tissues act as a storage of water and fats. വാട്ടറിന്റെയും ഫാറ്റ്സിന്റെയും ഒരു സ്റ്റോറേജ് ആണ് സ്കിന്നും സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസും. Skin plays an important role in regulations of body temperature. അതിന് ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നതിന് കൺട്രോൾ ചെയ്യുന്നതിന് സ്കിൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. സെറ്റ് ഗ്ലാൻഡ്, നോക്കാം നമുക്ക്. ഈ മാക്സില്ല എന്ന് പറഞ്ഞ പാർട്ട് അറിയാം നമുക്ക്. ഫോർഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റിയാണ് അല്ലെ? ഫോർഹെഡ് നെറ്റി. ഫോർഹെഡ്, നെറ്റി. പിന്നെ മാക്സില്ല എന്ന് നാടിയുടെ ഭാഗമാണ് കേട്ടോ. ഓക്കെ, ഏതാണ്? ഞാൻ കാണിച്ചു തരാം പാർട്ട് കാണിച്ചു തരാം. മാക്സില്ല, മാൻഡിബുല, എക്സില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. മാക്സില്ല നോക്കാം. മാക്സില്ല കണ്ടില്ലേ? നമ്മുടെ മൂക്കിന്റെ അടിഭാഗത്ത്, അതായത് വായയുടെ മുകൾ ഭാഗത്തും മൂക്കിന്റെ അടിഭാഗത്തായിട്ട് കാണപ്പെടുന്ന പോർഷനാണ് എന്തെന്ന് പറയുന്നത്? മാക്സില്ല എന്ന് പറയുന്നത്. കണ്ടില്ലേ? പിക്ചറിൽ കണ്ടോ മാക്സില്ല? കണ്ടില്ലേ? കണ്ടു. മാക്സില്ല. ഇനി ആക്സില്ല ഇതിലില്ല, തോന്നുന്നു. ആക്സില്ല കാണിച്ചു. മാക്സില്ല എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ പോർഷൻ? അതായത് നമ്മുടെ കൈയുടെ, നമ്മുടെ കഷം എന്ന് പറയുന്ന പോർഷനാണ് ആക്സില്ല എന്ന് പറയുന്നത്. കഷം എന്ന് പറയുന്ന പോർഷൻ. ഓക്കെ,
ഓക്കെ, സെറ്റ് ഗ്ലാൻഡ് നോക്കാം. ദീസ് ആർ മോസ്റ്റ്ലി പ്രസന്റ് ഓൺ ദി ഫോർഹെഡ്. നമ്മുടെ അതായത് സെറ്റ് ഗ്ലാൻഡ് ദീസ് ആർ മോസ്റ്റ്ലി പ്രസന്റ് ഓൺ ഈ സെറ്റ് ഗ്ലാൻഡ് എവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്ന വെച്ചാല് ഫോർഹെഡ്, നമ്മുടെ നെറ്റിയുടെ ഭാഗത്ത് കാണും. മാക്സില്ല പോർഷൻ നമ്മൾ കണ്ടൂല്ലേ, മാക്സിലയിൽ കാണും. പിന്നെ എവിടെ കാണപ്പെടുക? പാർട്സ് ഓഫ് നോസിന്റെ ഭാഗത്ത്, മൂക്കിന്റെ രണ്ട് സൈഡിലും കണ്ടില്ലേ നിങ്ങൾ കൂടുതലായിട്ട് വയർക്കുന്നത് മൂക്കിന്റെ പാർട്സ് ഓഫ് നോസിന്റെ ഭാഗത്ത്. പിന്നെ എന്താണ്? ആക്സിലയുടെ പോർഷൻ നമ്മൾ കണ്ടു അല്ലെ, കാമിന്റെ താഴത്തായിട്ട്. ഓക്കെ, അതായത് ആക്സിലയിലും ഒക്കെയാണ് കൂടുതലായിട്ട് എന്തുണ്ടാവുന്നത്? സെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. ദീസ് ആർ മോസ്റ്റ്ലി, അതായത് സെറ്റ് ഗ്ലാൻഡ് കാണപ്പെടുന്നത് എവിടെയൊക്കെയാണ് പറയുന്നത്? സെറ്റ് ഗ്ലാൻഡ് എവിടെ കാണപ്പെടുന്നത്? നെറ്റിയിൽ കാണുന്നുണ്ട്, മാക്സില്ലയില്, പിന്നെ നോസിന്റെ പാർട്സില്, ആക്സിലയിലൊക്കെ എന്ത് കാണപ്പെടുന്നുണ്ട്? സെറ്റ് ഗ്ലാൻഡ് കാണപ്പെടുന്നത്. ദീസ് കൺസിസ്റ്റ് ഓഫ് ട്യൂബ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ട്യൂബാണ്. ഒറിജിനേറ്റിംഗ് ഫ്രം ദി ഡെർമീസിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ട്യൂബാണ് എന്തെന്ന് പറയുന്നത്? സെറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഓപ്പൺ ഓൺ ദ സർഫസ് ബൈ ഓപ്പണിംഗ് കോൾഡ് സെറ്റ് പോർ. എന്നിട്ട് നമ്മുടെ എവിടേക്കാണ് ഓപ്പണിംഗ് ചെയ്യുന്നത്? നമ്മുടെ സ്കിന്നിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത് അല്ലെ. ഒരു സെറ്റ് പോർ, നമ്മുടെ സ്കിന്നിന്റെ മുകളിൽ സെറ്റ് പോറുകൾ ഉണ്ട്, പോർസ് ഉണ്ട് നമുക്കറിയാം അല്ലെ. അപ്പൊ സെറ്റ് പോർ ഓപ്പണിംഗ് കോൾഡ് സെറ്റ് പോർ. ദ ഗ്ലാൻഡ് സെക്രീറ്റ് സെറ്റ്. ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ഈ സെറ്റ് പോറാണ് എന്ത് ചെയ്യുന്നത്? ദ ഗ്ലാൻഡ് സെക്രീറ്റ്. ഇങ്ങനത്തെ ഈ ഗ്ലാൻഡ്സ് ആണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്? സെറ്റ് സെക്രീറ്റ് ചെയ്യുന്നത്. സെറ്റ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ദീസ് ആർ മോസ്റ്റ്ലി പ്രസന്റ്. ഈ സെറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും പ്രസന്റ് ആയിട്ടുള്ളത് എവിടെയാണ്? ഈ സെറ്റ് ഗ്ലാൻഡ് കാണപ്പെടുക വെച്ചാൽ നമ്മുടെ ഫോർഹെഡിൽ കാണപ്പെടുന്നുണ്ട്, മാക്സിലയിൽ കാണപ്പെടുന്നുണ്ട്, പിന്നെ മൂക്കിന്റെ ഭാഗങ്ങളിൽ അല്ലെ, പാർട്സ് ഓഫ് നോസിന്റെ പ്രതലങ്ങളിൽ കാണപ്പെടുന്നുണ്ട്, പിന്നെ ആക്സിലയിലൊക്കെയാണ് കൂടുതലായിട്ടും സെറ്റ് ഗ്ലാൻഡ് കാണപ്പെടുക. ഓക്കെ, ഇത് നമ്മൾ ഈ സെറ്റ് ഗ്ലാൻഡ് കൺസിസ്റ്റ് ചെയ്തൊക്കെയാണെങ്കിൽ ഒരു ട്യൂബ് പോലത്തെ ഭാഗമാണ്. ട്യൂബ് പോലത്തെ ഭാഗമാണ്. ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടുന്നാണ്? ഈ ട്യൂബ് എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാല് ഡെർമിസിൽ നിന്നാണ്. ഡെർമിസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ട്യൂബ് പോലത്തെ ഭാഗമാണ് സെറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഓപ്പൺ ഓൺ ദ സർഫസ്, എന്നിട്ട് അത് നമ്മുടെ സ്കിൻ സർഫസിലേക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്യുന്ന ഒരു ഓപ്പണിങ്ങിനെയാണ് നമ്മൾ സെറ്റ് പോർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഡെർമിസിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ട്യൂബ് പോലത്തെ ഭാഗമാണ് ഭാഗം. ഓക്കെ, അതായത് ഈ സെറ്റ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഡെർമിസിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ട്യൂബ് പോലത്തെ ഭാഗമാണ്. ഇത് ഓപ്പൺ ചെയ്യുന്ന ഈ ട്യൂബ് ഓപ്പൺ ചെയ്യുന്നത് എവിടേക്കാണ്? ഒരു സർഫസ്, നമ്മുടെ സ്കിൻ സർഫസിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇതിനൊരു ഓപ്പണിംഗ് കൂടി ഉണ്ട്. ഈ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെറ്റ് പോർ എന്ന് പറയുന്നത്. ഈ സെറ്റ് പോറാണ് എന്ത് ചെയ്യുന്നത്? ദ ഗ്ലാൻഡ് സെക്രീറ്റ്. ഇങ്ങനത്തെ ഈ ഗ്ലാൻഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്? സെറ്റിനെ സെക്രീറ്റ് ചെയ്യുന്നത്. സെറ്റ് എന്ന് പറഞ്ഞാൽ വിയർപ്പിനെ സെക്രീറ്റ് ചെയ്യുന്നത്. സെറ്റ് ഗ്ലാൻഡ് എന്നാണ് ക്ലിയർ ആണോ? ഒന്നും കൂടെ പറയാം. ഒന്നും കൂടി പറയാം. ദീസ് ആർ മോസ്റ്റ്ലി പ്രസന്റ് ഓൺ ദി. നമ്മുടെ ആദ്യം ഈ സെറ്റ് ഗ്ലാൻഡ് എവിടേക്ക് കാണുക എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ ഫോർഹെഡ്, നെറ്റിയിൽ കാണുന്നുണ്ട്, മാക്സില പോർഷൻ നമ്മൾ കണ്ടു. പിന്നെ എന്താണ്? നോസിന്റെ ഭാഗങ്ങളിൽ, ആക്സിലയിലൊക്കെയാണ് എന്ത് കാണപ്പെടുക? സെറ്റ് ഗ്ലാൻഡ് കാണപ്പെടുക. ഈ സെറ്റ് ഗ്ലാൻഡ് നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കുകയാണെങ്കിൽ സെറ്റ് ഗ്ലാൻഡിൽ ഒരു ട്യൂബ് പോലത്തെ ഭാഗമുണ്ട് അല്ലെ. ഈ ട്യൂബ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഡെർമിസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഭാഗമാണ്. ഇത് എന്നിട്ട് ഓപ്പൺ ചെയ്യുന്നത് എവിടേക്കാണ്? നമ്മുടെ സ്കിൻ സർഫസിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇത് ഓപ്പൺ ചെയ്യാൻ ഇതിനൊരു ഓപ്പണിംഗ് ഉണ്ട്. ഈ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ സെറ്റ് പോർ എന്ന് പറയുന്നത്. ഓക്കെ, സ്കിന്നിന്റെ സർഫസിലേക്കാണ് ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഈ പോറിനെയാണ് നമ്മൾ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ സെറ്റ് പോർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ദ ഗ്ലാൻഡ് സെക്രീറ്റ് സെറ്റ്. ഇങ്ങനത്തെ ഈ സെറ്റ് ഗ്ലാൻഡ് ആണ് എന്ത് ചെയ്യുന്നത്? സെറ്റിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് സെറ്റ് വിയർപ്പ് എന്താണെന്നാണ് പറയുന്നത്. വിയർപ്പിൽ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, വിയർപ്പ് എന്ന് പറയുന്നത് സെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്ലിയർ വാട്ടറി ഫ്ലൂയിഡ് ആണ്. ക്ലിയർ ആയിട്ടുള്ള ഒരു വെള്ളം പോലത്തെ ഫ്ലൂയിഡ് ആണ്. ഇതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? 0.5% ഓഫ് സോളിഡ്സ് ഉണ്ടായിരിക്കും. ആൻഡ് സെക്രീറ്റഡ് ബൈ സെറ്റ് ഗ്ലാൻഡ് കണ്ടെയ്നിങ് 0.5% ഓഫ് സോളിഡ്സ് ആൻഡ് സെക്രീറ്റഡ് ബൈ സെറ്റ് ഗ്ലാൻഡ്. സെറ്റ് ഗ്ലാൻഡിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന നമ്മുടെ സെറ്റ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന സെറ്റിൽ എന്തുണ്ടാവും? 0.5%ഓളം എന്തുണ്ടായിരിക്കും? സോളിഡ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം പോലത്തെ ഒരു ഫ്ലൂയിഡ് ആണ്. ഇതിൽ എന്തുണ്ട്? 0.5% സോളിഡ്സ് ഉണ്ട്. ഈ സെറ്റ് സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? സെറ്റ് ഗ്ലാൻഡ്സ് ആണ്. ഓക്കെ, സെക്രീറ്റഡ് ബൈ സെറ്റ് ഗ്ലാൻഡ്. സെറ്റ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? സെറ്റ് എന്ന് പറയുന്നത്. സെറ്റ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറി ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണ്. ഇതിൽ 0.5% ഓഫ് സോളിഡ്സ് ഉണ്ട്.
ആൻഡ് സെക്രീറ്റഡ് ബൈ സ്വെറ്റ് ഗ്ലാൻഡ് ആണ് ഇതിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കോമ്പോസിഷൻ ആണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാന്നുള്ളത്, സ്വെറ്റിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാ? വാട്ടർ ഉണ്ടായിരിക്കും, സോഡിയം ക്ലോറൈഡ് ഉണ്ടായിരിക്കും, സ്മോൾ എമൗണ്ട് ഓഫ് അതർ മിനറൽ സോൾട്ട് ഉണ്ടായിരിക്കും, മറ്റുള്ള മിനറൽ സോൾട്ടുകൾ ഉണ്ടായിരിക്കും, യൂറിയ ഇൻ സ്മോൾ എമൗണ്ടിൽ യൂറിയൻ കൂടി കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സ്വെറ്റിൽ അടങ്ങിയിരിക്കുന്ന കോമ്പോസിഷൻസ് ഘടകങ്ങൾ എന്തൊക്കെയാന്ന് പറയുന്നത്, വെള്ളം ഉണ്ട്, വാട്ടർ ഉണ്ട്, സോഡിയം ക്ലോറൈഡ് ഉണ്ട്, പിന്നെ ചെറിയ അളവിൽ മറ്റുള്ള മിനറൽ സോൾട്ട് ഉണ്ട്, യൂറിയ ചെറിയ അളവിൽ എന്തുണ്ട്, യൂറിയ ഉണ്ട്. ഇതൊക്കെയാണ് സ്വെറ്റിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് സ്വെറ്റ് ഗ്ലാൻഡ്. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് സ്വെറ്റ് ഗ്ലാൻഡ്. സ്വെറ്റ് ഗ്ലാൻഡിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ദേ ഹെൽപ്പ് ഇൻ എക്സ്ക്രീഷൻ ഓഫ് വാട്ടർ ആൻഡ് സോൾട്ടി മെറ്റീരിയൽ. ഇത് എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്? വെള്ളത്തിന്റെയും ദേ ഹെൽപ്പ് ഇൻ എക്സ്ക്രീഷൻ ഓഫ് വാട്ടറിന്റെ എക്സ്ക്രീഷന് വേണ്ടിയിട്ട് ആൻഡ് സോൾട്ടി മെറ്റീരിയൽ, വെള്ളം നമ്മുടെ സ്വെറ്റ് വഴി എന്തൊക്കെ ഫങ്ഷൻസ് ഓഫ് സ്വെറ്റ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ ആണ് പറയുന്നത്. ഹെൽപ്സ് ഇൻ എക്സ്ക്രീഷൻ ഓഫ് വാട്ടർ ആൻഡ് സോൾട്ടി മെറ്റീരിയൽ. സോൾട്ടി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഉപ്പ് സോൾട്ടി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ഉപ്പ് അടങ്ങിയിരിക്കുന്ന ഈ മെറ്റീരിയൽസ് അല്ലെ. അതായത് സോൾട്ടി മെറ്റീരിയൽസിനെയും വാട്ടറിനെയും ഒക്കെ എക്സ്ക്രീറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് സ്വെറ്റ് ഗ്ലാൻഡ് ആണ്. സ്വെറ്റ് ഗ്ലാൻഡ് റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ആര് സഹായിക്കുന്നുണ്ട്? സ്വെറ്റ് ഗ്ലാൻഡ് സഹായിക്കുന്നുണ്ട്. എങ്ങനെയാ? ഹീറ്റ് ലോസ് ടു ദി സ്വെറ്റ്, അതായത് ഹീറ്റ് ലോസ് ടു ദ സ്വെറ്റ് എന്ന് പറഞ്ഞാൽ സ്വെറ്റ് ഗ്ലാൻഡ് റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ? ഹീറ്റ് ലോസ് ടു ദ സ്വെറ്റ്, അതായത് നമ്മള് ചൂട് കൂടുമ്പോ എന്താ ഉണ്ടാവുക? കൂടുതലായിട്ട് വിയർക്കുന്നുണ്ട് അല്ലെ. അതാണ് പറയുന്നത് ഹീറ്റ് ലോസ്. അതായത് നമുക്ക് ചൂട് കുറയാൻ വേണ്ടിയിട്ട് ത്രൂ ദ സ്വെറ്റ് കൂടുതലായിട്ട് വിയർക്കാണ് ചെയ്യുന്നത്. ഓക്കെ, ഹീറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? ലോസ് എന്ന് പറഞ്ഞാൽ നഷ്ടം അല്ലെ, ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ചൂട് കുറയ്ക്കുന്നത് എന്ത് വഴിയാണ്? ത്രൂ ദ സ്വെറ്റ്. ഓക്കെ, സ്വെറ്റ് നമ്മൾ വിയർക്കും. ഓക്കെ, ചൂട് കൂടണ കണ്ടീഷനിലാണ് നമ്മൾ കൂടുതലായിട്ട് വിയർക്കണത്. ഓക്കെ, എന്തിനാ കൂടുതലായിട്ട് വിയർക്കുന്നത് വെച്ചാൽ നമ്മുടെ ബോഡിയിലത്തെ ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിയർക്കുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? റിപ്പീറ്റ് ചെയ്യണോ? സ്വെറ്റ് ഗ്ലാൻഡ് ആദ്യം മുതൽ ഒന്ന് നോക്കിക്കോട്ടെ. സ്വെറ്റ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രസന്റ് ആയിട്ടുള്ള നമ്മുടെ ഫോർഹെഡ്, നെറ്റിയിലുണ്ട്, മാക്സിലയിലുണ്ട്, പിന്നെ നോസിന്റെ പാർട്സിലുണ്ട്, ആക്സിലയിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഈ സ്വെറ്റ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ട്യൂബ് പോലത്തെ ഒരു സംഭവമാണ് അല്ലെ. ട്യൂബ് ലൈക്ക് പാർട്ടാണ്. ഒറിജിനേറ്റ് ചെയ്യുന്നത് ഡെർമിസിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ട്യൂബ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഡെർമിസിൽ നിന്നാണ്. എന്നിട്ട് നമ്മുടെ സ്കിൻ സർഫസിലേക്ക് ഓപ്പൺ ആയിട്ട് ഈ ഓപ്പണിംഗ് പോർഷനാണ് നമ്മൾ സ്വെറ്റ് പോർ എന്ന് പറയുന്നത്. സ്വെറ്റിനെ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻസ് ആണ് സ്വെറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? സ്വെറ്റ് എന്താന്ന് പറയുന്നത്? സ്വെറ്റ് എന്ന് പറയുന്നത് എന്താ? ക്ലിയർ ആയിട്ടുള്ള ഒരു വാട്ടറി ഫ്ലൂയിഡ് കണ്ടെയ്നിങ് വാട്ടറി ഫ്ലൂയിഡ് ആണ്. ഇത് ക്ലിയർ ആയിട്ടുള്ള ഒരു വാട്ടറി ഫ്ലൂയിഡ് ആണെങ്കിലും കൂടി ഇതിൽ എന്തിന്റെ 0.5% സോളിഡ്സ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. ഈ സ്വെറ്റ് സെക്രീറ്റ് ചെയ്യുന്നത് സ്വെറ്റ് ഗ്ലാൻസ് ആണ്. ഇതിന്റെ കോമ്പോസിഷൻസിലുള്ള ഘടകങ്ങളെ കുറിച്ചാണ് പറയുന്നത്. വാട്ടർ ഉണ്ട്, സോഡിയം ക്ലോറൈഡ് ഉണ്ട്, സ്മോൾ എമൗണ്ട് മറ്റുള്ള മിനറൽ സോൾട്ടുകൾ ഉണ്ട്, യൂറിയ ചെറിയ അളവിൽ യൂറിയ ഉണ്ട്. പിന്നെ ഫങ്ഷൻസ് ഓഫ് സ്വെറ്റ് ഗ്ലാൻഡിന്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഇതെന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്? എക്സ്ക്രീഷൻ ഓഫ് വാട്ടറിനെയും സോൾട്ടി മെറ്റീരിയൽസിനെയും ഒക്കെ എക്സ്ക്രീറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ സ്വെറ്റ് ഗ്ലാൻഡ് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. എങ്ങനെയാ? ഹീറ്റ് ലോസ് ത്രൂ ദി സ്വെറ്റ്, അതായത് ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വെറ്റ് ഉണ്ടാക്കുന്നുണ്ട്, വിയർപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? സെബേഷ്യസ് ഗ്ലാൻഡ് ആണ് പറയുന്നത്. സ്വെറ്റ് ഗ്ലാൻഡ് ഒരാൾ പറഞ്ഞു തന്നിട്ട് നമുക്ക് സെബേഷ്യസ് ഗ്ലാൻഡ് എടുക്കാം. Sweat gland. These are mostly present on the forehead, maxilla, parts of nose, axilla. ഇത് സെറ്റ് ഗ്ലാൻഡ്സ് കാണപ്പെടുന്നത് നെറ്റിയുടെ ഭാഗത്ത്, മാക്സില, പാർട്സ് ഓഫ് നോസ്, ആക്സില എന്നിവിടങ്ങളിലാണ്. ദീസ് കൺസിസ്റ്റ് ഓഫ് ട്യൂബ് ഒറിജിനേറ്റിംഗ് ഫ്രം ഡെർമിസ് ആൻഡ് ഓപ്പൺ ഓൺ ദ സർഫേസ് ബൈ ആൻ ഓപ്പണിംഗ് കാൾഡ് സെറ്റ് പോർ. ഇത് ഒരു ഡെർമിസിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ട്യൂബ് പോലുള്ള ഒരു ഭാഗമാണ്.
ഇത് ഈ ട്യൂബ് ഓപ്പൺ ചെയ്യുന്നത് സ്കിൻ സർഫസിലേക്ക് ആണ്. ഇതിനൊരു ഓപ്പണിംഗ് ഉണ്ട്. ഇതിനെയാണ് സെറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഈ സെറ്റ് ഗ്ലാൻഡ് സെക്രേറ്റ് ചെയ്യുന്നതാണ് സെറ്റ്. അടുത്ത് സെറ്റ് ഇറ്റ് ഈസ് എ ക്ലിയർ water fluid contains 0.5% of solid and secreted by set glands. ഇതൊരു വാട്ടർ ഫ്ലൂയിഡ് ആണ്. സെറ്റ് ഗ്ലാൻഡിൽ സെക്രേറ്റ് ചെയ്യുന്ന സെറ്റിൽ 0.5% സോളിഡ് ഉണ്ട്. അടുത്ത കോമ്പോസിഷൻ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് വാട്ടർ ഉണ്ട്, സോഡിയം ക്ലോറൈഡ്, സ്മാൾ എമൗണ്ട് ഓഫ് അതർ മിനറൽ സോൾട്ട് ഉണ്ട്, യൂറിയ ഇൻ സ്മാൾ എമൗണ്ട്, കുറച്ചളവിൽ യൂറിയ ഉണ്ട്. ഫങ്ഷൻസ് ഓഫ് സെറ്റ് ഗ്ലാൻഡ്സ്, ദേ ഹെൽപ്പ് ഇൻ എക്സ്ക്രിയേഷൻ ഓഫ് വാട്ടർ ആൻഡ് സാൾട്ടി മെറ്റീരിയൽസ്. ഇത് വാട്ടറിനെയും സോൾട്ടി മെറ്റീരിയൽസിനെയും എക്സ്ക്രിയേറ്റ് ചെയ്യുന്നു. സെറ്റ് ഗ്ലാൻഡ്സ് റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ ബൈ ഹീറ്റ് ലോസ് ത്രോ ദ സെറ്റ്. സെറ്റ് ഗ്ലാൻഡ് ബോഡി ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യുന്നു. അത് ചൂടുണ്ടാകുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് വിയർത്ത ചൂട് കുറയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇനി സെബേഷ്യസ് ഗ്ലാൻഡ് നോക്കാം നമുക്ക്. ഓക്കെ, സെബേഷ്യസ് ഗ്ലാൻഡ് നോക്കാം. സെബേഷ്യസ് ഗ്ലാൻഡ് കൂടുതലായിട്ടും കാണപ്പെടുന്ന എവിടേക്കാണെന്ന് പറയുന്നത് സെബേഷ്യസ് ഗ്ലാൻഡ്സ് ആർ മോസ്റ്റ്ലി ഫൗണ്ട് ഓൺ ഫോർഹെഡ്. ഫോർഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റിയിൽ കാണുന്നുണ്ട് അല്ലെ, നെറ്റിയിൽ കാണപ്പെടുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത് സൈഡ്സ് ഓഫ് നോസ്, മൂക്കിന്റെ 2 സൈഡുകളിൽ കാണപ്പെടുന്നുണ്ട്. പിന്നെന്താണ് ആൻഡ് പാർട്സ് ഓഫ് ഇയറിന്റെ ഭാഗങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ഇവിടേക്കാണ് സെബേഷ്യസ് ഗ്ലാൻഡ് കാണപ്പെടുന്നത്. ദീസ് ഗ്ലാൻഡ് സെക്രീറ്റ് സെബം. ഈ സെബേഷ്യസ് ഗ്ലാൻഡ് ആണ് എന്ത് ചെയ്യുന്നത്, സെബത്തിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഓയിലി പോലെ. സെബം എന്ന് പറഞ്ഞാൽ എന്താ, ഓയിലി ടെക്സ്ചർ ആയിട്ട് നമ്മുടെ ഈ മൂക്കിന്റെ സൈഡ്, കൂടുതലായിട്ട് നമ്മൾ ഈ മൂക്കിന്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം അല്ലെ, 2 സൈഡിലും ഈ സെബം അതായത് ഓയിലി പോലത്തെ ഒരു സംഭവം കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, നമ്മൾ സെബേഷ്യസ് ഗ്ലാൻഡ് ആണ് ഇതിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ സെബം എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ഗ്ലാൻഡ്സ് ആർ സെബേഷ്യസ് ഗ്ലാൻഡ് ഒന്നും കൂടി നോക്കാം. ദീസ് ഗ്ലാൻഡ്സ് ആർ മോസ്റ്റ്ലി ഫൗണ്ട് ഓൺ ഫോർഹെഡ്. ഫോർഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ, നെറ്റിയുടെ ഭാഗത്ത് കാണപ്പെടുന്നുണ്ട്, ഭാഗത്ത് കാണപ്പെടുന്നുണ്ട്. പിന്നെന്താണ് ഇയറിന്റെ പാർട്സിൽ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ദീസ് ഗ്ലാൻഡ്സ് അതായത് ഈ സെബേഷ്യസ് ഗ്ലാൻഡ്സ് ആണ് എന്തിനെ സെക്രീറ്റ് ചെയ്യുന്നത്, സെബത്തിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി സെബം എന്താണെന്നാണ് നെക്സ്റ്റ് പറയുന്നത് കേട്ടോ. സെബം എന്താണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. സെബം ഈസ് എൻ ഓയിലി സബ്സ്റ്റൻസ്. സെബം എന്ന് പറയുന്നത് എന്താ, ഓയിലി സബ്സ്റ്റൻസ് ആണ്. സെക്രീറ്റഡ് ബൈ സെബേഷ്യസ് ഗ്ലാൻഡ്. സെബേഷ്യസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഓയിലി സബ്സ്റ്റൻസ് ആണ് സെബം എന്ന് പറയുന്നത്. ദാറ്റ് കീപ്സ് ദ ഹെയർ സോഫ്റ്റ് ആൻഡ്, ഇതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹെയറിനെ എന്താക്കുന്നുണ്ട്, സോഫ്റ്റ് ആക്കുന്നുണ്ട്. പിന്നെന്താണ് ലയബിൾ. ലയബിൾ എന്ന് പറഞ്ഞാൽ എന്താ, വഴക്കമുള്ളതാക്കുക. നമുക്ക് എന്താണ് വഴക്കമുള്ളതാക്കുക എന്ന് പറഞ്ഞാൽ എന്താ, സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് നമുക്ക് എന്താ എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കുക. ഓക്കെ, ലയബിൾ ആൻഡ് പിന്നെന്താ പറയുന്നത്, ഗീവ് ഷൈനി അപ്പിയറൻസ് ടു ഹെയർസ്. ഓക്കെ, അപ്പിയറൻസ് ടു ദി ഹെയർസിന് ഒരു ഷൈനി അപ്പിയറൻസ് തരുന്നത് ആരാണ്, സെബത്തിനാണ്. സെബം ഈസ് എ ഓയിലി സബ്സ്റ്റൻസ് ആണ്. സെബം എന്ന് പറയുന്നത് ഓയിലി സബ്സ്റ്റൻസ് ആണ്. സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്, സെബേഷ്യസ് ഗ്ലാൻഡ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഓയിൽ സെബം സെക്രീറ്റ് ചെയ്യുന്ന ആരാണ്, സെബേഷ്യസ് ഗ്ലാൻഡ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. ദാറ്റ് കീപ്സ് ദ ഹെയർ. ഈ സെബം എന്താ ചെയ്യുന്നത്, നമ്മുടെ ഹെയറിനെ സോഫ്റ്റ് ആക്കുന്നുണ്ട്, വഴക്കമുള്ളതാക്കുന്നുണ്ട്. പിന്നെന്താണ്, നമ്മുടെ ഹെയർസിന് ഒരു ഷൈനി അപ്പിയറൻസും കൊടുക്കുന്നത് ആരാണ്, സെബമാണ്. സെബം ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ. ഓക്കെ, ഇനി സെബേഷ്യസ് ഗ്ലാൻഡ് ഫങ്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഫങ്ഷൻസ് ഓഫ് സെബേഷ്യസ് ഗ്ലാൻഡ്. ദ സെബം പ്രൊവൈഡ് സം വാട്ടർ പ്രൂഫിങ്. സെബം എന്ന് പറഞ്ഞാൽ ഓയിലി ടെക്സ്ചർ ഉള്ള കാരണം തന്നെ എന്താണ്, വാട്ടർ പ്രൂഫിങ് ആണ് അല്ലെ. അതാണ് പറയുന്നത്. ഫങ്ഷൻസ് ഓഫ് സെബേഷ്യസ് ഗ്ലാൻഡ്. ദ സെബം പ്രൊവൈഡ് ചെയ്യാൻ നൽകുന്നുണ്ട് അല്ലെ, സം വാട്ടർ പ്രൂഫിങ് ആൻഡ് ആക്ട് ആസ് എ ബാക്ടീരിയസൈഡൽ ആൻഡ് ഫംഗിസൈഡൽ ഏജന്റ്. ഓക്കെ, പ്രിവെന്റിങ് ദ എൻട്രി ഓഫ് മൈക്രോബ്സ് ഇൻ ടു ദി ബോഡി. അതായത് സെബം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വാട്ടർ പ്രൂഫിംഗ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ നിലനിൽക്കുന്നത് കൊണ്ട് ഇതെന്ത് ചെയ്യുന്നില്ല, ഇറ്റ് ഈസ് എ ബാക്ടീരിയ. ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ആക്ട് ആസ് എ ബാക്ടീരിയസൈഡൽ. അതായത് ബാക്ടീരിയനെയും ഈ സെബം എന്ത് ചെയ്യുന്നുണ്ട്, ബാക്ടീരിയനെയും ഫംഗസിനെയും ഒക്കെ കില്ല് ചെയ്യുന്നുണ്ട്. കില്ല് ചെയ്യാനുള്ള ഒരു ഏജന്റ് കൂടിയാണ് ആരെന്ന് പറയുന്നത്, സെബം എന്ന് പറയുന്നത്. ഇതെന്താ, പിന്നെ അത് മാത്രമല്ല ഇതെന്താ ചെയ്യുന്നത്, പ്രിവെന്റിങ് ദി എൻട്രി ഓഫ് മൈക്രോബ്സ് ഇൻ ടു ദി ബോഡി. നമ്മുടെ ശരീരത്തിലേക്ക് മൈക്രോ ഓർഗാനിസം കടക്കുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. പ്രിവെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, തടയുന്നുണ്ട്. ഓക്കെ,
ഒന്നും കൂടി ഫസ്റ്റത്തെ പോയിന്റ് ഒന്നും കൂടി പറയാം. സെബം പ്രൊവൈഡ് സം വാട്ടർ പ്രൂഫിംഗ് ആണ്. സെബം എന്ന് പറയുന്നത് വാട്ടർ പ്രൂഫിംഗ് ആണ് അല്ലെ. വെള്ളത്തിനെ ഓയിലി ടെക്സ്ചർ ആയ കാരണം തന്നെ എന്ത് ചെയ്യില്ല, വെള്ളത്തിനെ കടത്തി വിടില്ല അങ്ങോട്ടേക്ക്. ഓക്കെ, നമ്മുടെ സ്കിന്നിലൂടെ എന്ത് ചെയ്യില്ല, ശരീരത്തിലെ ഉള്ളിലേക്ക് വെള്ളത്തിനെ കടത്തി വിടില്ല ഈ സെബം എന്ന് പറയുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയസൈഡിലാണ്, ഫംഗിസൈഡിലാണ്. ഫംഗസിനെയും ബാക്ടീരിയനെയും കില്ല് ചെയ്യാനുള്ള ഒരു ഏജന്റ് കൂടിയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് അല്ലെ. പിന്നെന്താ പറയുന്നത്, സെബം എന്ന് പറയുന്നത് പ്രിവെന്റ് എൻട്രി ഓഫ് മൈക്രോബ്സ് ഇൻ ടു ദി ബോഡി. ഓക്കെ, അതായത് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് മൈക്രോ ഓർഗാനിസത്തിന്റെ എൻട്രി പ്രിവെന്റ് ചെയ്യുന്നത് ആരാണ്, നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് ആണ്. സെബേഷ്യസ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന സെബമാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? സെബം എന്ന് പറഞ്ഞാൽ വാട്ടർ പ്രൂഫിംഗ് ആണ് അല്ലെ. നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിലേക്ക് സ്കിന്നിൽ നിന്നും വെള്ളത്തിനുള്ളിലേക്ക് കടത്തി വിടുന്നില്ല. പിന്നെ ഇത് ബാക്ടീരിയനും കില്ല് ചെയ്യുന്നുണ്ട്, ഫംഗസിനും കില്ല് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, മൈക്രോ ഓർഗാനിസത്തിന് നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്ക് കടത്തി വിടുന്നത് തടയുന്നുണ്ട്. ഓക്കെ, കടത്തി വിടുന്നില്ല. പിന്നെന്താ പറയാ, ദ സെബം കീപ്സ് സ്കിൻ സ്മൂത്ത്. സെബം എന്തായിട്ട് നമ്മുടെ സ്കിന്നിനെ സ്മൂത്ത് ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്, സോഫ്റ്റ് ആക്കിയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഗിവ് ഷൈനി അപ്പിയറൻസ് ടു ദി പിന്നെ എന്താണ്, ഗിവ് ഷൈനി അപ്പിയറൻസ് ടു ദി ഹെയർസ്. നമ്മുടെ ഹെയർസിന് ഒരു ഷൈനി അപ്പിയറൻസും കൂടി തരുന്നത് ആരാണ്, സെബമാണ് അല്ലെ. അതാണ് പറയുന്നത്, സെബം കീപ്സ് സ്കിന്നിനെ സ്മൂത്ത് ആക്കിയിട്ടും പിന്നെന്താണ്, സ്കിന്നിനെ സ്മൂത്ത് ആയിട്ട് മാത്രമല്ല പിന്നെ സോഫ്റ്റ് ആക്കിയിട്ടും കീപ്പ് ചെയ്യുന്നുണ്ട്, നിലനിർത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹെയർസിന് ഷൈനി അപ്പിയറൻസും കൂടി തരുന്നത് ആരാണ്, സെബമാണ്. ഓക്കെ, ഇനി തേർഡ് പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ. ദ സെബം പ്രിവെന്റ്സ് ഡ്രൈയിങ് ആൻഡ് ക്രാക്കിംഗ് ഓഫ് ദി സ്കിന്നിന്റെ ദ സെബം എന്താ ചെയ്യുന്നത്, പ്രിവെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തടയുന്നുണ്ട്. ഡ്രൈയിങ് എന്ന് പറഞ്ഞാൽ എന്താ, വരണ്ടു പോകുന്നത് അല്ലെ. നമ്മുടെ സ്കിന്നെ ഡ്രൈ ആവുന്നതും. ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ വിണ്ട് കീറുക എന്നൊക്കെ പറയില്ലേ, ക്രാക്കിംഗ് ഓഫ് ദ സ്കിന്നിന്റെ ഡ്രൈയിങ്ങിനും ക്രാക്കിങ്ങിനും ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നത് ആരാണ്, സെബമാണ്. അതാണ് പറയുന്നത്, ദ സെബം സെബം എന്ത് ചെയ്യുന്നുണ്ട്, പ്രിവെന്റ് ചെയ്യുന്നുണ്ട്, തടയുന്നുണ്ട്. നമ്മുടെ സ്കിന്നിന്റെ ഡ്രൈയിങ്ങും ക്രാക്കിങ്ങും ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നത് ആരാണ്, സെബമാണ്. ഇത്രയും ക്ലിയർ ആയില്ലേ? ദ സെബം പ്രൊട്ടക്ട്സ് ദ ഡാമേജ് ഓഫ് സ്കിൻ. സെബം എന്ത് ചെയ്യുന്നുണ്ട്, സ്കിന്നിന്റെ ഡാമേജ്, അതാണ് സെബം പ്രൊട്ടക്ട്സ് ദ ഡാമേജ് ഓഫ് സ്കിൻ ബൈ ദി എക്സ്പോഷർ ഓഫ് ഹീറ്റ് ആൻഡ് സൺഷൈൻ. അതായത് നമ്മുടെ സൺറൈസും അല്ലെങ്കിൽ സൺഷൈൻ ഒക്കെ തട്ടിക്കഴിഞ്ഞാലും പിന്നെന്താണ്, നമ്മുടെ അധികം ചൂടത്ത് നമ്മൾ നടന്നു കഴിഞ്ഞാലൊക്കെ സെബം നമ്മുടെ സ്കിന്നിനെ സെബമാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ദ സെബം പ്രൊട്ടക്ട് ദി ഡാമേജ് ഓഫ് സ്കിൻ. ഓക്കെ, നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ഒന്നും ഇല്ലാണ്ട് പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്, സെബം. ഡാമേജ് ഉണ്ടാവാതെ എന്തെന്നൊക്കെ നമ്മുടെ സ്കിന്നിനെ സെബം പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്തിൽ നിന്നൊക്കെയാണ്, എക്സ്പോഷർ ഓഫ് ഹീറ്റ്. അതായത് നമ്മുടെ എക്സ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, തുറന്നു വെക്കുക അല്ലെ. ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് നമ്മൾ കൂടുതൽ വെയിലത്ത് നടക്കുകയാണെങ്കിലും. പിന്നെന്താ പറയുന്നത്, ആൻഡ് സൺഷൈൻ. ഓക്കെ, സൺഷൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൺറൈസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് അതിന്നൊക്കെ നമുക്ക് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ഒന്നും ഇല്ലാണ്ട് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്, സെബമാണ്. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ. ഇനി ആരാ പറയാ, സെബേഷ്യസ് ഗ്ലാൻഡ്. Sebaceous glands. These glands are mostly found on the forehead, side of the nose and parts of ear. ഈ സെബേഷ്യസ് ഗ്ലാൻഡ് കൂടുതലായിട്ടും കാണുന്നത് നെറ്റിയിലും അതുപോലെ നോസിന്റെ സൈഡിലും അത് ഇയറിന്റെ പാർട്സിലൊക്കെയാണ്. These glands secrete sebum. Sebaceous gland sebത്തെ secrete ചെയ്യുന്നുണ്ട്. Sebum is an oily substance secreted by sebaceous gland that keeps the hair soft and pliable and gives a shiny appearance to the hair. സെബം എന്ന് പറഞ്ഞ ഒരു ഓയിലി സബ്സ്റ്റൻസ് ആണ്. ഇത് സെക്രീറ്റ് ചെയ്യുന്നത് സെബേഷ്യസ് ഗ്ലാൻഡ് ആണ്. ഇത് ഹെയറിനെ സോഫ്റ്റ് ആയിട്ടും അതുപോലെ എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലും ഹെയറിനെ ഷൈനി ഒരു അപ്പിയറൻസും സെബം നൽകുന്നുണ്ട്. The functions of sebaceous gland, and the sebum provides some waterproofing and act as a bactericidal and fungicidal agent, preventing the entry of microbes into the body. Sebum ഒരു waterproofing ആയതുകൊണ്ട് ബാക്ടീരിയയെയും ഫംഗസിനെയും നശിപ്പിക്കുകയും മൈക്രോബ്സിനെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് തടയുകയും ചെയ്യുന്നു.
The sebum keeps the skin smooth, soft, and give a shiny appearance to the hair. സ്കിന്നിനെ സ്മൂത്ത് ആയും സോഫ്റ്റ് ആയും അതുപോലെ ഹെയറിന് ഒരു ഷൈനി അപ്പിയറൻസും സെബം നൽകുന്നുണ്ട്. ദ സെബം പ്രിവെന്റ് ഡ്രൈയിങ് ആൻഡ് ക്രാക്കിംഗ് ഓഫ് ദി സ്കിൻ. സ്കിന്നിനെ ഡ്രൈ ആയിരിക്കുന്നതും അതുപോലെ സ്കിന്ന് വിണ്ട് കീറുന്നതും ഈ സെബം തടയുന്നുണ്ട്. ദ സെബം പ്രൊട്ടക്ട് ദി ഡാമേജ് ഓഫ് സ്കിൻ ബൈ ദി എക്സ്പോഷർ ഓഫ് ഹീറ്റ് ആൻഡ് സൺഷൈൻ. ഹീറ്റ് മൂലവും അതുപോലെ സൺഷൈൻ മൂലവും സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാമേജിൽ നിന്നും സ്കിന്നിനെ സെബം പ്രൊട്ടക്ട് ചെയ്യുന്നു. ഓക്കെ, കോർണിയ നോക്കാം. നെക്സ്റ്റ് നമുക്ക് കോർണിയാണ് പറയാനുള്ളത് അല്ലെ. കണ്ണിന്റെ ഭാഗമാണ് പോർഷൻ. കോർണിയ ആയാലും ഐറിസ് ആയാലും പ്യൂപ്പിൾ ആയാലും ഒക്കെ വരുന്നത് എവിടെയാണ്? നമ്മുടെ കണ്ണിലാണ് വരുന്നത് അല്ലെ. ഓക്കെ, പിന്നെ ലെൻസ് വരുന്നുണ്ട്, അക്വസ് ഹ്യൂമർ വരുന്നുണ്ട്. അങ്ങനെ കണ്ണിൽ വരുന്ന പോർഷൻസ് ആണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ സ്കിന്ന് കഴിഞ്ഞിട്ടുണ്ട്. സ്കിന്ന് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ഐ ആണ് കേട്ടോ. ഐയുടെ പോർഷൻസ് ആണ് പറയുന്നത്. കോർണിയ, ഇറ്റ് ഈസ് എൻ ആന്റീരിയർ ട്രാൻസ്പാരന്റ് എപ്പിത്തീലിയൽ മെംബ്രെയിൻ. അതായത് നമ്മുടെ ഇറ്റ് ഈസ് എ ആന്റീരിയർ എന്ന് പറഞ്ഞാൽ എന്താ? മുൻഭാഗത്ത് അല്ലെ. ആന്റീരിയർ ട്രാൻസ്പാരന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റുന്ന സുതാര്യമായ എന്നൊക്കെ പറയില്ലേ നമ്മള്. ട്രാൻസ്പാരന്റ് എപ്പിത്തീലിയൽ മെംബ്രെയിൻ സ്ലൈറ്റ്ലി കർവ്ഡ് ഓർ കോൺവെക്സ് ആൻഡ് ഈസ് കണ്ടിന്യൂസ് വിത്ത് സ്ക്ലിയർ. ഓക്കെ, അതായത് നമ്മുടെ ചെറുതായി എന്താ സ്ലൈറ്റ്ലി കർവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചെറുതായി വളഞ്ഞതോ. പിന്നെന്താണ് കോൺവെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കുത്തനെയോ ആയ അതായത് ചെറിയ രീതിയിൽ വളഞ്ഞതോ കുത്തനെയോ ആയ പിന്നെന്താ പറയുന്നത്? ആന്റീരിയർ എന്ന് പറഞ്ഞാൽ എന്താ? മുൻഭാഗത്തെ ഒരു ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള സുതാര്യമായിട്ടുള്ള ഒരു എപ്പിത്തീലിയൽ മെംബ്രെയിൻ ആണ് എന്തെന്ന് പറയുന്നത്? കോർണിയ എന്ന് പറഞ്ഞാല്. ഓക്കെ, ചെറുതായി വളഞ്ഞതോ കുത്തനെയോ ആയ പിന്നെന്താ പറയുന്നത്? മുൻഭാഗത്തെ ചെറുതായിട്ട് ആലോചിക്കുക. നമ്മുടെ കോർണിയ എന്ന് പറയുന്ന പിക്ചർ കാണിച്ചില്ല കോർണിയ. അപ്പൊ ഒന്നും കൂടി ചെയ്യാം. കണ്ടില്ലേ കോർണിയയുടെ പോർഷൻ? കണ്ടു. പിന്നെ വരുന്നത് പ്യൂപ്പിൾ ആണ്. പ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? കൃഷ്ണമണി അല്ലെ. കണ്ടില്ലേ പ്യൂപ്പിൾ? കണ്ടില്ലേ പിക്ചറില്? കണ്ടു. അപ്പൊ നമ്മൾ കോർണിയ കണ്ടു, പ്യൂപ്പിൾ കണ്ടു. ഐറിസ്. പ്യൂപ്പിൾ കഴിഞ്ഞാല് ഐറിസ്. ഐറിസ് കണ്ടില്ലേ? ഐറിസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അക്വസ് ഹ്യൂമർ ആണ് വരുന്നത്. അക്വസ് ഹ്യൂമർ ഓക്കെ. അക്വസ് ഹ്യൂമർ പോർഷൻ കണ്ടോ? ഇതൊരു ഫ്ലൂയിഡ് ആണ്. ഓക്കെ കാണിച്ചു. ഇതൊരു ഫ്ലൂയിഡ് ആണ്. അക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത് എന്താ? ഒരു ഫ്ലൂയിഡ് ആണ്. ഈ പിക്ചറിലൊന്നും
അതായത് നമ്മളെ ലെൻസ് കണ്ടു ലെൻസിനേക്കാളും ഇവിടെ പുറമെ കാണപ്പെടുന്ന അക്വസ് ഹ്യൂമർ കണ്ടില്ലേ, ഒരു വെള്ളം പോലത്തെ ഒരു സംഭവമാണ്, ഒരു ഫ്ലൂയിഡ് ആണ് അല്ലെ. കോർണിയയുടെയും ഐറിസിന്റെയും ഇടയിൽ വരുന്ന ഒരു ഫ്ലൂയിഡ് ആണ് എന്തെന്ന് പറയുന്നത്, അക്വസ് ഹ്യൂമർ എന്ന് പറഞ്ഞത് കേട്ടാ. ഐറിസ് ചെയ്ത പോർഷൻ കണ്ടില്ലേ, ഐറിസിന്റെയും കോർണിയയുടെയും ഇടയിൽ വരുന്ന ഒരു ഫ്ലൂയിഡ് ആണ് എന്തെന്ന് പറയുന്നത്, അക്വസ് ഹ്യൂമർ എന്ന് പറഞ്ഞത്. നമുക്ക് പിന്നെ ലെൻസ് കണ്ടില്ലേ, ലെൻസ് കണ്ടു. ഓക്കെ. കോർണിയ എന്താ നോക്കാം. കോർണിയ പിക്ചറിൽ നോക്കൂ. ഇതെന്താ, ഇത്തിരി കുത്തനെയാണ്, കുറച്ച് വളഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്താ, കേർവ്ഡ് അല്ലെ, ചെറിയ രീതിയിൽ വളഞ്ഞതും കോൺവെക്സ് ഇത്തിരി കുത്തനെയായ ഒരു മുൻഭാഗത്താണ് കാണപ്പെടുന്നത്. മുൻഭാഗത്തെ ഒരു ട്രാൻസ്പാരന്റ് എന്ന് പറഞ്ഞാൽ സുതാര്യമായിട്ടുള്ള ഒരു എപ്പിത്തീലിയൽ മെംബ്രെയിൻ ആണ് എന്തെന്ന് പറയുന്നത്, കോർണിയ എന്ന് പറയുന്നത്. ഓക്കെ, ആ പോയിന്റ് ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, കോർണിയ എന്ന് പറയുന്നത്. പിന്നെന്താണ് ഇതെന്ന് പറഞ്ഞാല് സ്ക്ലീറയോടൊപ്പം തുടർച്ചയായിട്ട് കാണപ്പെടുന്നുണ്ട്. സ്ക്ലീറ കണ്ടോ പോർഷൻ, സ്ക്ലീറ എന്ന് പറഞ്ഞ പോർഷൻ കണ്ടില്ലേ, ഈ സ്ക്ലീറയുടെ തുടർച്ചയായിട്ട് തന്നെയാണ് എന്തും കാണപ്പെടുന്നത്, കോർണിയയും കാണപ്പെടുന്നത്. കണ്ടില്ലേ, സ്ക്ലീറ എന്ന് പറഞ്ഞ പോർഷൻ കണ്ടില്ലേ, സ്ക്ലീറ ആൻഡ് ഈസ് കണ്ടിന്യൂസ് വിത്ത് സ്ക്ലീറ. ഇത് സ്ക്ലീറയുടെ ഒരു തുടർച്ചയായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്, കോർണിയ കാണപ്പെടുന്നത്. ഓക്കെ, കോർണിയ എന്ന് പറയുന്നത് എന്താണ്, ചെറുതായിട്ട് വളഞ്ഞതോ കുത്തനെയായ മുൻഭാഗത്തെ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു എപ്പിത്തീലിയൽ മെംബ്രെയിൻ ആണ് കോർണിയ എന്ന് പറയുന്നത്. ഇത് സ്ക്ലീറയോടൊപ്പം തുടർച്ചയായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ആന്റീരിയർ ട്രാൻസ്പാരന്റ് എപ്പിത്തീലിയൽ മെംബ്രെയിൻ. ഇത് പറയുന്നത് എന്താ, മുൻഭാഗത്ത് കാണപ്പെടുന്ന സുതാര്യമായ ഒരു എപ്പിത്തീലിയൽ മെംബ്രെയിൻ ആണ്. ഇങ്ങനത്തെ മെംബ്രെയിൻ ആണ് സ്ലൈറ്റ്ലി നേരിയ തോതിൽ വളഞ്ഞതോ അല്ലെങ്കിൽ കുത്തനെയോ ആയ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, കോർണിയ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ സ്ക്ലീറയോടൊപ്പം കണ്ടിന്യൂസ് ആയിട്ട് കാണപ്പെടുന്ന ഒരു ഭാഗം കൂടിയാണ് കോർണിയ എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആയില്ലേ? ക്ലിയർ. കോർണിയനെ നമ്മൾ പറയുന്ന വേറെ പേര് എന്ന് പറഞ്ഞാൽ വിൻഡോ ഓഫ് ഐ ആണ് കേട്ടോ. കോർണിയ ഈസ് ഓൾസോ നോൺ ആസ്, അല്ലെങ്കിൽ കോർണിയ ഈസ് സംടൈംസ് കോൾഡ് വിൻഡോ ഓഫ് ഐ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, കണ്ണിന്റെ വിൻഡോ എന്ന് പറഞ്ഞാൽ എന്താ, ജനലാണ്. ഓക്കെ, അതാണ് പറയുന്നത്. വിൻഡോ ഓഫ് ഐ എന്നാണ് കോർണിയൻ അറിയപ്പെടുന്നത്. കോർണിയ ഹാസ് നോ ബ്ലഡ് സപ്ലൈ. കോർണിയയിൽ എന്തെത്തുന്നില്ല, ബ്ലഡ് സപ്ലൈ ഇല്ല. ഓക്കെ, കോർണിയയിലേക്ക് എന്തെത്തുന്നില്ല, ബ്ലഡ് സപ്ലൈ എത്തുന്നില്ല. പക്ഷെങ്കിൽ ദേ ആർ നറിഷ്ഡ് ഫ്രം അക്വസ് ഹ്യൂമർ. ഇതിന് ഫുഡ് കിട്ടുന്നത് നറിഷ് എന്ന് പറഞ്ഞാൽ എന്താ, പോഷണം അല്ലെ. കോർണിയക്ക് പോഷണം കിട്ടുന്നത് എവിടെ നിന്നാണ്, അക്വസ് ഹ്യൂമറിൽ നിന്നാണ്. ഓക്കെ, അക്വസ് ഹ്യൂമറിൽ നിന്നാണ് ഈ കോർണിയക്ക് എന്ത് കിട്ടുന്നത്, പോഷണം കിട്ടുന്നത്. കണ്ടില്ലേ, അക്വസ് ഹ്യൂമർ കണ്ടില്ലേ നിങ്ങള്, ഈ അക്വസ് ഹ്യൂമറിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്, കോർണിയക്ക് പോഷണം കിട്ടുന്നത്. എത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, കോർണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മുൻഭാഗത്ത് കാണപ്പെടുന്ന വളഞ്ഞതോ കുത്തനെ ആയിട്ടുള്ള ഒരു മുൻഭാഗത്തെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു എപ്പിത്തീലിയൽ മെംബ്രെയിൻ ആണ് കോർണിയ എന്ന് പറയുന്നത്. ഇത് സ്ക്ലീറയോടൊപ്പം തുടർച്ചയായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതിന് പറയുന്ന വേറെ പേരാണ് വിൻഡോ ഓഫ് ഐ എന്ന് പറയുന്നത്. ഈ കോർണിയയിൽ എന്തില്ല, ബ്ലഡ് സപ്ലൈ നടക്കുന്നില്ല. പക്ഷെങ്കിൽ ഇതിന് പോഷണം കിട്ടുന്നത് എവിടെ നിന്നാണ്, അക്വസ് ഹ്യൂമറിൽ നിന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ ഫംഗ്ഷൻ ആണ് പറയുന്നത്. കോർണിയയുടെ ഫംഗ്ഷൻ, ഇറ്റ് അലോസ് ദ ലൈറ്റ് ടു എൻറ്റർ ദ ഇന്റീരിയർ ഓഫ് ദ ഐ. കണ്ണിന്റെ ഉള്ളിലേക്ക് ലൈറ്റ് കടത്തിവിടുന്നത് ആരാണ്, കോർണിയാണ്. ബിക്കോസ് ഓഫ് ട്രാൻസ്പാരന്റ് നേച്ചർ. ഇതിന് ട്രാൻസ്പാരന്റ്, അതായത് സുതാര്യമാണ്. ഇത് എന്ത് ചെയ്യും, ലൈറ്റിനെ കടത്തിവിടും അല്ലെ. ട്രാൻസ്പാരന്റ് നേച്ചർ ആയ കാരണം തന്നെ ഇത് എന്തുണ്ടാവുന്നുണ്ട്, ഈ കോർണിയ നമ്മുടെ ലൈറ്റിനെ നമ്മുടെ കണ്ണിന്റെ ഉള്ളിലേക്ക് ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ എന്താ, ഉൾഭാഗത്തേക്ക് അല്ലെ, കണ്ണിന്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നുണ്ട്. ഓക്കെ, ഇറ്റ് അലോസ് എന്ന് പറഞ്ഞാൽ എന്താ, അനുവദിക്കുക. ദ ലൈറ്റ് ടു എൻറ്റർ. ലൈറ്റിനെ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്, കണ്ണിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി അനുവദിക്കുന്നത് ആരാണ്, കോർണിയാണ്. കാരണം എന്താ, ഇതിന് കോർണിയക്ക് ട്രാൻസ്പെറന്റ് നേച്ചർ ആണുള്ളത്. അത് കാരണം തന്നെ എന്താണ്, ലൈറ്റിനെ നമ്മുടെ കണ്ണിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനാവും. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഒരാൾ പറഞ്ഞേ കോർണിയ. പറയാം. Cornea, it is an anterior transparent epithelial membrane, slightly curved or
convex and is continuous with the sclera. കോർണിയ എന്ന് പറയുന്നത് ഒരു സ്ലൈറ്റ്ലി നേരിയ തോതിൽ വളഞ്ഞതും കോൺവെക്സും ആയിട്ടുള്ള ഒരു ആന്റീരിയർ മുൻഭാഗത്തുള്ള ട്രാൻസ്പാരന്റ് എപ്പിത്തീലിയൽ മെംബ്രെയിൻ ആണ്. ഇത് തുടർച്ചയായിട്ട് സ്ക്ലെയറോടൊപ്പം കാണപ്പെടുന്നു. കോർണിയ ഈസ് സംടൈംസ് കാൾഡ് വിൻഡോസ് ഓഫ് ദ ഐ. കോർണിയ വിൻഡോസ് ഓഫ് ദ ഐ, അത് ഐയുടെ ജനാല എന്ന് പറയപ്പെടുന്നു. കോർണിയ ഹാസ് നോ ബ്ലഡ് സപ്ലൈ. കോർണിയയില് ബ്ലഡ് സപ്ലൈ ഉണ്ടായിരിക്കുന്നില്ല. ബട്ട് ദേ ആർ നറിഷ്ഡ് ഫ്രം അക്വസ് ഹ്യൂമർ. എന്നാൽ ഇത് അക്വസ് ഹ്യൂമറിനാലിത് പോഷിപ്പിക്കുന്നു. ഇതിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് അലൗസ് ദ ലൈറ്റ് ടു എൻ്റർ ദ ഇന്റീരിയർ ഓഫ് ദ ഐ ബിക്കോസ് ഓഫ് ട്രാൻസ്പെറന്റ് നേച്ചർ. ഇതിന്റെ ട്രാൻസ്പെറന്റ് നേച്ചർ മുഖാന്തരം കണ്ണിന്റെ ഉള്ളിലേക്ക് ലൈറ്റിനെ, അതായത് പ്രകാശത്തെ കടത്തിവിടുന്നു. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന ഐറിസ് ആണ്. ഐറിസ് കണ്ടില്ലേ പോഷൻ? കണ്ടു. ഓക്കെ, ഐറിസ് ഈ സർക്കുലർ ബോഡിയാണ്. ഓക്കെ, സർക്കുലർ ബോഡിയാണ്. പിന്നെന്താണ്? ആൻഡ് ഈസ് ആൻ ആന്റീരിയർ എക്സ്റ്റൻഷൻ ഓഫ് സീലിയറി ബോഡി. അതായത് ഇതെവിടെ കാണപ്പെടുന്നു? നമ്മുടെ സീലിയറി ബോഡിയുടെ മുൻഭാഗത്തും. പിന്നെന്താ പറയുന്നത്? ബോഡി പ്രസന്റ് ബിഹൈൻഡ് ദ കോർണിയ. കോർണിയയുടെ പിൻഭാഗത്തും സീലിയറി ബോഡിയുടെ സീലിയറി ബോഡിയുടെ മുൻഭാഗത്തായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? ഐറിസ് കാണപ്പെടുന്നത്. ഓക്കെ, ഐറിസ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ ബോഡിയാണ്. നിങ്ങൾക്ക് പിക്ചറിൽ നോക്കിയാൽ കാണപ്പെടും. ഓക്കെ, എന്താണ് ഐറിസ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു ബോഡിയാണ്. ഇത് എവിടെ കാണപ്പെടുന്നത്? ആന്റീരിയർ എക്സ്റ്റൻഷൻ ഓഫ് സീലിയറി ബോഡിയുടെ മുൻഭാഗത്തും, സീലിയറി മസിലിന്റെ ഒക്കെ സീലിയറി ബോഡിയുടെ മുൻഭാഗത്തും പിന്നെന്താണ്? നമ്മുടെ കോർണിയയുടെ പിൻഭാഗത്തും പിറകിലായിട്ടാണ് കാണപ്പെടുന്നത്. കണ്ടില്ലേ? കോർണിയയുടെ പിൻഭാഗത്തും സീലിയറി ബോഡിയുടെ മുൻഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. സീലിയറി ബോഡിയുടെ മുൻഭാഗത്തും ഈ സീലിയറി മസിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അടയാളപ്പെടുത്തി കണ്ടില്ലേ? സീലിയറി മസിലിന്റെ, അതായത് സീലിയറി ബോഡിയുടെ മുൻഭാഗത്തും പിന്നെന്താണ്? നമ്മുടെ കോർണിയയുടെ പിറകിലായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? ഐറിസ് കാണപ്പെടുന്നത്. അത്രയും ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി. ഓക്കെ, അതാണ് പറയുന്നത്. ഈ ഐറിസ് എന്ന് പറയുന്നത് സർക്കുലർ ബോഡിയാണ്. ആൻഡ് ഈസ് എൻ ആന്റീരിയർ എക്സ്റ്റൻഷൻ ഓഫ് സീലിയറി. ഓക്കെ, എക്സ്റ്റൻഷൻ ഓഫ് സീലിയറി ബോഡി. ഇത് പറഞ്ഞാൽ ആന്റീരിയർ എക്സ്റ്റൻഷൻ ഓഫ് സീലിയറി ബോഡി എന്ന് പറഞ്ഞാൽ സീലിയറി ബോഡിയുടെ മുൻഭാഗത്തും. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ വിപുലീകരിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് അല്ലെ? ശരിക്കും അവിടെ കാണപ്പെടുന്നത് അവിടെ വിപുലീകരിച്ച് ശരിക്കും നല്ല രീതിയിൽ കാണപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ചാല് സീലിയറി ബോഡിയുടെ മുൻഭാഗത്തും പിന്നെ കോർണിയയുടെ പിൻഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് എ പിഗ്മെന്റഡ് മെംബ്രെയിൻ. ഇതിനെന്തുണ്ട്? ഒരു കളറുള്ള ഒരു ഇറ്റ് ഈസ് എ പിഗ്മെന്റഡ് മെംബ്രെയിൻ ഉണ്ട്. പിഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കളർ കൊടുക്കുന്ന സാധനത്തിനാണ് നമ്മൾ പിഗ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ? ഇതൊരു പിഗ്മെന്റഡ് മെംബ്രെയിൻ ആണ്. വിച്ച് സറൗണ്ട്സ് ദി പ്യൂപ്പിൾ ഓഫ് ദി ഐ. എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി. ഇതിനെ പറഞ്ഞാൽ എന്താ നമ്മൾ പറയുന്നത്? വിച്ച് സറൗണ്ട്സ് ദി പ്യൂപ്പിൾ ഓഫ് ദി ഐ. ഇതിന്റെ ചുറ്റിലാണ് നമ്മൾ പറയുന്നത് നമ്മുടെ കൃഷ്ണമണീനെ ചുറ്റപ്പെട്ടിട്ട് കിടക്കുകയാണ് സാധനം. ഐറിസ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണീനെ ചുറ്റപ്പെട്ടിട്ട് കിടക്കുന്ന ഇതാണ് ഐറിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ പിഗ്മെന്റഡ് മെംബ്രെയിൻ വിച്ച് സറൗണ്ട്സ് ദി പ്യൂപ്പിൾ ഓഫ് ദി ഐ. നമ്മുടെ കണ്ണിലെ കൃഷ്ണമണീനെ സറൗണ്ട് ചെയ്തിട്ട് കാണപ്പെടുന്ന ഒരു പിഗ്മെന്റഡ് മെംബ്രെയിൻ ആണ് എന്തെന്ന് പറയുന്നത്? ഐറിസ് എന്ന് പറയുന്നത്. ഐറിസ്. ഓക്കെ, കണ്ണിന്റെ കൃഷ്ണമണിയെ ചുറ്റപ്പെട്ടിട്ട് കാണപ്പെടുന്ന ഒരു പിഗ്മെന്റഡ് മെംബ്രെയിൻ ആണ് എന്തെന്ന് പറയുന്നത്? ഐറിസ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആയില്ലേ? ഐറിസ് ഈസ് അറ്റാച്ച്ഡ് ടു ദി സീലിയറി പ്രോസസ്. ഐറിസ് ആരെയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ട്? സീലിയറി മസിലിനായിട്ട് അല്ലെങ്കിൽ സീലിയറി പ്രോസസ് എന്ന് പറയും. ഓക്കെ, സീലിയറി പ്രോസസ്സിനായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആൻഡ് ഈസ് പ്രസന്റ് ബിറ്റ്വീൻ കോർണിയ ആൻഡ് ലെൻസ്. ഇത് കോർണിയയുടെയും ലെൻസിന്റെയും ഇടയിലായിട്ടാണ് കാണപ്പെടുന്നത്. കോർണിയയുടെയും ലെൻസിന്റെയും ഇടയിലായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? ഐറിസ് കാണപ്പെടുന്നത്. കണ്ടില്ലേ? നിങ്ങൾ പിക്ചറിൽ നോക്കി നോക്കൂ. കോർണിയയുടെയും ലെൻസിന്റെയും ഇടയിലായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? ഐറിസ് കാണപ്പെടുന്നത്. ഐറിസ് ഈസ് അറ്റാച്ച്ഡ് ടു സീലിയറി പ്രോസസ്. അതായത് സീലിയറി മസിലിനായിട്ട് അല്ലെങ്കിൽ സീലിയറി ബോഡിനായിട്ട് സീലിയറി പ്രോസസ്സിനായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ട്. ഐറിസ് എന്ന് പറഞ്ഞാൽ സീലിയറി പ്രോസസ്സിനായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആൻഡ് ഈസ് പ്രസന്റ് ബിഹൈൻഡ്. ഓക്കെ, ഇത് പ്രസന്റ് ബിറ്റ്വീൻ. ഓക്കെ, ഇത് എന്തിന്റെ ഇടയിലൊക്കെ ആയിട്ട് കാണപ്പെടുന്നത്? കോർണിയയുടെയും ലെൻസിന്റെയും ഇടയിലായിട്ടാണ് കാണപ്പെടുന്നത്.
ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റേഡിയേറ്റിംഗ് ആൻഡ് സർക്കുലർ മസിൽസ്. ഇതിൽ എന്തുണ്ട്? ഐറിസിൽ എന്തുണ്ട്? റേഡിയേറ്റിംഗ് മസിൽസും ഉണ്ട്, സർക്കുലർ മസിൽസും ഉണ്ട്, അലോങ് വിത്ത് പിഗ്മെന്റഡ് സെൽസ്. ഇതിൽ പിഗ്മെന്റഡ്, നമ്മൾ ഐറിസിൽ പിഗ്മെന്റഡ് സെൽസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. പിഗ്മെന്റഡ് സെൽസ് മാത്രമല്ല, ഇതിൽ റേഡിയേറ്റിംഗ് മസിൽസും ഉണ്ട്, സർക്കുലർ മസിൽസും ഉണ്ട്. ഓക്കെ, അതാണ് പറയുന്നത്. ഐറിസിൽ എന്തുണ്ട്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ റേഡിയേറ്റിംഗ് ആൻഡ് സർക്കുലർ മസിൽസ്. ഇതിൽ എന്തുണ്ട്? റേഡിയേറ്റിംഗ് മസിൽസും ഉണ്ട്, സർക്കുലർ മസിൽസും ഉണ്ട്. ഇതിലെന്ത് കൂടാണ്ട് പിഗ്മെന്റഡ് സെൽസിന്റെ ഒപ്പം പിഗ്മെന്റഡ് സെൽസ് കൂടാണ്ട് റേഡിയേറ്റിംഗ് മസിൽസും ഉണ്ട്, സർക്കുലേറ്ററി മസിൽസും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ആ. ഒന്നും കൂടി പറയാട്ടോ. ഐറിസ് എന്താന്നുള്ളത്. ഐറിസ് എന്ന് പറഞ്ഞാൽ സർക്കുലർ ആയിട്ടുള്ള ഒരു ബോഡിയാണ്. ഇത് സിലിയറി ബോഡിയുടെ മുൻഭാഗത്തും കോർണിയയുടെ പിൻഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്യൂപ്പിളിനെ, കൃഷ്ണമണിയെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പിഗ്മെന്റഡ് മെംബ്രെയിൻ ആണ് ഐറിസ് എന്ന് പറയുന്നത്. ഐറിസ് എന്ന് പറഞ്ഞാൽ സിലിയറി പ്രോസസ്സിനായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇത് കാണപ്പെടുന്നത് കോർണിയയുടെ ലെൻസിന്റെ ഇടയിലായിട്ടാണ് കാണപ്പെടുന്നത്. ഇതിലെന്തുണ്ട്? ഇതിൽ പിഗ്മെന്റഡ് സെൽസ് കൂടാണ്ട് റേഡിയേറ്റിംഗ് മസിൽസും ഉണ്ട്, സർക്കുലർ മസിൽസും ഉണ്ട്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഇതിന്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. ദ മസിൽസ് ഓഫ് ഐറിസ്. ഐറിസിന്റെ മസിൽസ് എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രാക്ട് ആൻഡ് റിലാക്സ്, കോസിംഗ് ഡയലേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ദി പ്യൂപ്പിൾ. ഓക്കെ, ഐറിസിലുള്ള മസിൽസ് എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്? മസിൽസ് ഓഫ് ഐറിസ് ആണ് ഐറിസിലുള്ള മസിൽസ് ആണ് എന്ത് ചെയ്യുന്നത്? കോൺട്രാക്ട് ചെയ്യും, റിലാക്സ് ചെയ്യും ചെയ്യുന്നത്. ഓക്കെ, കോൺട്രാക്ട് ആൻഡ് റിലാക്സേഷൻ. ഓക്കെ, കോസിംഗ് ഡയലേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ദി പ്യൂപ്പിൾ. ഓക്കെ, അതായത് നമ്മുടെ ഈ ഐറിസ് കോൺട്രാക്ട് ചെയ്യും, ചുരുങ്ങും, റിലാക്സ് ചെയ്യും ചെയ്യണതിന്റെ ഫലമായിട്ട് നമ്മുടെ പ്യൂപ്പിളും എന്ത് ചെയ്യുന്നുണ്ട്? ഡയലേറ്റ് ചെയ്യും ചെയ്യുന്നുണ്ട്, കൺസ്ട്രക്ട് ചെയ്യും ചെയ്യുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നോക്കിയാൽ ഇറ്റ് റെഗുലേറ്റ് ദി എമൗണ്ട് ഓഫ് ലൈറ്റ് എൻറ്ററിങ് ദി പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദി ഐ. ഓക്കെ, അതായത് നമ്മുടെ പോസ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ എന്താ? അടിഭാഗത്ത്. ആന്റീരിയർ മുൻഭാഗത്തും പോസ്റ്റീരിയർ എന്താ? അടിഭാഗത്ത് അല്ലെ. നമ്മുടെ കണ്ണിന്റെ അടിഭാഗത്തേക്ക് ലൈറ്റ് എത്തുന്ന എമൗണ്ടിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഐറിസ് ആണ്. ഓക്കെ, നമ്മുടെ കണ്ണിന്റെ അടിഭാഗത്തേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുന്ന അളവിനെ, എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? അളവിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഐറിസ് ആണ്. ഓക്കെ, ഇറ്റ് ഹെൽപ് ടു കൺട്രോൾ ദി സൈസ് ഓഫ് ദി പ്യൂപ്പിളിന്റെ സൈസിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഐറിസ് ആണ്. ഫങ്ഷൻ ഒന്നും കൂടി പറയാട്ടാ. ദ മസിൽസ് ഓഫ് ഐറിസിലുള്ള മസിൽസ് കോൺട്രാക്ട് ചെയ്യും, റിലാക്സ് ചെയ്യും ചെയ്യണതിന്റെ ഫലമായിട്ട് പ്യൂപ്പിളും എന്ത് ചെയ്യുന്നുണ്ട്? ഡയലേറ്റ് ചെയ്യും ചെയ്യുന്നുണ്ട്, കൺസ്ട്രക്ട് ചെയ്യും ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? പിന്നെ നമ്മുടെ കണ്ണിന്റെ അടിഭാഗത്തേക്ക് ലൈറ്റ് എത്തുന്ന ലൈറ്റിന്റെ എമൗണ്ടിനെ ആരാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? ഐറിസ് ആണ് റെഗുലേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ക്രമീകരിക്കുക ചെയ്യുന്നത്. കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഐറിസ് ആണ്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇറ്റ് ഹെൽപ് ടു കൺട്രോൾ ദ സൈസ് ഓഫ് ദി പ്യൂപ്പിളിന്റെ സൈസിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഐറിസ് ആണ്. ഇത്രയും ക്ലിയർ അല്ലേ? ഫസ്റ്റ് വൺ പറഞ്ഞു മിസ്. ദ മസിൽസ് ഓഫ് ഐറിസ്. എന്താടാ? ഫസ്റ്റ് ഫങ്ഷൻ അല്ലേ? ഒന്നും കൂടി പറയാം. ദ മസിൽസ് ഓഫ് ഐറിസ് കോൺട്രാക്ട് ആൻഡ്, അതായത് നമ്മുടെ ഐറിസിൽ എന്തുണ്ട്? ഐറിസിൽ കുറെ മസിൽസ് ഒക്കെ ഉണ്ട്, ചെറിയ ചെറിയ കുഞ്ഞു മസിൽസ് ഉണ്ട്. ഐറിസിലെ മസിൽസ് എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചുരുങ്ങുക. റിലാക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ചുരുങ്ങിയത് നിവരുന്ന കണ്ടീഷൻ, റിലാക്സ് ചെയ്യും. അതായത് ഐറിസിലുള്ള മസിൽസ് കോൺട്രാക്ട് ചെയ്യും, ചുരുങ്ങും ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അപ്പോൾ നമ്മുടെ പ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? കൃഷ്ണമണിയും. ഇത് ചുരുങ്ങും, വികസിക്കും, ചുരുങ്ങും ചെയ്യാൻ ഫലമായിട്ട് നമ്മുടെ പ്യൂപ്പിളും എന്ത് ചെയ്യുന്നുണ്ട്? ചുരുങ്ങും വികസിക്കും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡയലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? വിശ്രമിക്കുന്ന കണ്ടീഷൻ. കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ചുരുങ്ങുക. ഡയലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നോർമൽ ആയി നിന്ന കണ്ടീഷനിലേക്ക് വീണ്ടും തിരിച്ചെത്തുക. കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വീണ്ടും ചുരുങ്ങുക. ഡയലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വീണ്ടും അതേ രീതിയിൽ എത്തുക. ഓക്കെ, അതിനെയാണ് എന്നിട്ട് പ്യൂപ്പിളിന്റെ ഈ ഐറിസ് കൺസ്ട്രക്ട് ചെയ്യും, റിലാക്സ് ചെയ്യും, ചുരുങ്ങും വികസിക്കുകയും ചെയ്യണതിന്റെ ഫലമായിട്ട് തന്നെ എന്ത് ചെയ്യും ചെയ്യുന്നുണ്ട്? പ്യൂപ്പിളും കൺസ്ട്രക്ട് ചെയ്യും, കൺസ്ട്രക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, ഡയലേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? നമ്മുടെ കണ്ണിന്റെ അടിഭാഗത്തേക്ക് ലൈറ്റ് എത്തുന്ന ലൈറ്റിന്റെ അളവിനെ അല്ലെ, എമൗണ്ടിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഐറിസ് ആണ്. ഇറ്റ് ഹെൽപ്സ് ടു കൺട്രോൾ ദി സൈസ് ഓഫ് ദി പ്യൂപ്പിളിന്റെ സൈസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഐറിസ് ആണ്. ഇത്രയും ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി. ഇനി ആരോ ഒന്ന് പറയാ ഐറിസ്. പറയാം.
Iris is circular body and is an anterior extension of ciliary body present behind the cornea. Iris എന്ന് പറയുന്ന ഒരു സർക്കുലർ ബോഡിയാണ്. ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്നത് സീലിയറി മസിൽസിലും അതുപോലെ കോർണിയയുടെ പുറകുവശത്ത് ആയിട്ടാണ്, മുൻവശത്തുമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. It is a pigmented membrane which surrounds the pupil of the eye. ഇതൊരു പിഗ്മെന്റഡ് മെംബ്രെയിൻ ആണ്. ഇത് കാണപ്പെടുന്നത് ഐയിലെ പീപ്പിളിന് ചുറ്റുമാണ് കാണപ്പെടുന്നത്. Iris is attached to the ciliary process and is presented between cornea and lens. Iris അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സീലിയറി പ്രോസസ്സിലാണ്. ഇത് കോർണിയയുടെയും ലെൻസിന്റെയും ഇടയിലാണ് കാണപ്പെടുന്നത്. It consists of radiating and circular muscles along with pigment cells. ഇതില് ഐറിസില് റേഡിയേറ്റിംഗ് അതുപോലെ സർക്കുലറി മസിൽസും അടങ്ങിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പിഗ്മെന്റ് സെൽസും ഇതിനകത്ത് ഉണ്ട്. ഫങ്ഷൻസ് the muscles of iris contract and relax, causing dilation and constrictions of pupil. ഐറിസിന്റെ മസിൽസ് കോൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുന്നതിന്റെ ഫലമായി പീപ്പിളും റിലാക്സ് ചെയ്യുകയും കോൺട്രാക്ട് ചെയ്യുകയും ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നുണ്ട്. It regulates the amount of light entering the posterior parts of the eye. ഐറിസ് ഐയുടെ അടിഭാഗത്തേക്ക് കടന്നു വരുന്ന ലൈറ്റിന്റെ അളവിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഹെൽപ്സ് ടു കൺട്രോൾ ദ സൈസ് ഓഫ് ദ പീപ്പിൾ. ഇത് പീപ്പിളിന്റെ സൈസിനെ അതിന്റെ വലുപ്പത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. പ്യൂപ്പിൾ കണ്ടില്ലേ? പ്യൂപ്പിൾ കണ്ടോ? കണ്ടു. പ്യൂപ്പിളിനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ സെൻട്രൽ അപ്പർച്ചർ ഓഫ് ദി ഐറിസ്. ഐറിസിന്റെ സെൻട്രൽ അപ്പർച്ചർ ആണ് എന്തെന്ന് പറയുന്നത്? പ്യൂപ്പിൾ എന്ന് പറയുന്നത്. സെൻട്രൽ അപ്പർച്ചർ ഓഫ് ദി ഐറിസ്. ഐറിസിൽ കാണപ്പെടുന്ന സെൻട്രലി കാണപ്പെടുന്ന ഒരു പോർഷനാണ് എന്തെന്ന് പറയുന്നത്? ഐറിസിലെ സെന്ററിൽ കാണപ്പെടുന്ന പോർഷനാണ് എന്തെന്ന് പറയുന്നത്? പ്യൂപ്പിൾ എന്ന് പറയുന്നത് അല്ലെ? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ദ പ്യൂപ്പിൾ വാരീസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഓക്കെ, പ്യൂപ്പിളിന് വ്യത്യാസം വരും, അതിന്റെ സൈസിൽ വ്യത്യാസം വരും. ഓക്കെ, ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഓക്കെ, ലൈറ്റ് കുറവാണെങ്കിൽ നമ്മുടെ എന്താ പറയാ, ദ പ്യൂപ്പിൾ വാരീസ്, പ്യൂപ്പിളിന് വ്യത്യാസം വരുന്നുണ്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ ഇന്റൻസിറ്റിനനുസരിച്ചിട്ട് എന്ത് ചെയ്യില്ല, പ്യൂപ്പിളിന്റെ സൈസിൽ വ്യത്യാസം വരുന്നുണ്ടെന്ന് പറയുന്നത്. ദ ബ്രൈറ്റ് ലൈറ്റ് ഇൻ ദി സർക്കുലർ മസിൽ ഫൈബേഴ്സ്. ഓക്കെ, ദ ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കൂടുതൽ വെളിച്ചം അല്ലെ? കൂടുതലായിട്ടുള്ള വെളിച്ചം, ഉദിച്ച വെളിച്ചം എന്നൊക്കെ പറയില്ലേ നമ്മള്, അത്രയും കൂടുതലായിട്ടുള്ള ലൈറ്റ് എവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ദ സർക്കുലർ മസിൽ ഫൈബേഴ്സ്. സർക്കുലർ മസിൽ ഫൈബേഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കോൺട്രാക്ട് ആൻഡ് മസ്കുലർ ഫൈബേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്യൂപ്പിൾ എന്താ ചെയ്യാ? മസ്കുലർ ഫൈബേഴ്സ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇതെന്താ ചെയ്യാ? കൺസ്ട്രക്ട് ചെയ്യാ. കോൺട്രാക്ട് ചെയ്യാൻ എന്താ? കോൺട്രാക്ട് ചെയ്യാന്ന് ചുരുങ്ങ. ഡയലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാലാണ് വികസിക്കുക കേട്ടാ. കോൺട്രാക്ട് ചെയ്യാന്ന് ചുരുങ്ങ. കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാല് കൺസ്ട്രക്ഷനും ചുരുങ്ങാണ് കേട്ടാ. കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാലും ചുരുങ്ങാണ്. ഓക്കെ, അതായത് നമ്മുടെ എന്താണ്? ബ്രൈറ്റ് ലൈറ്റ്, ഉദിച്ച വെളിച്ചം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സർക്കുലർ മസിൽസും കോൺട്രാക്ട് ചെയ്യും, ചുരുങ്ങും. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ കൃഷ്ണമണി പ്യൂപ്പിളും എന്ത് ചെയ്യും? ചുരുങ്ങും. അതാണ് പറയുന്നത്. ഓക്കെ, ഇൻ ഡിം ലൈറ്റിലാണെങ്കിൽ എന്തുണ്ടാവും? നമ്മുടെ റേഡിയലി മസിൽ ഫൈബേഴ്സ് കോൺട്രാക്ട് ചെയ്യും. എന്താണ്? റേഡിയലി മസിൽ ഫൈബേഴ്സ് എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും. റേഡിയലി മസിൽ ഫൈബേഴ്സ് കോൺട്രാക്ട് ചെയ്യും. അതിന്റെ ഫലമായിട്ട് പ്യൂപ്പിൾ എന്ത് ചെയ്യുക? ഡയലേറ്റ് ചെയ്യുക. ഡയലേറ്റ് ചെയ്യാൻ വികസിക്കുകയാണ് ചെയ്യുക. ഓക്കെ,
റേഡിയൽ മസിൽ ഫൈബ്രസ് കോൺട്രാക്ട് ചെയ്യും ചുരുങ്ങണതിന്റെ ഫലമായിട്ട്. ഓക്കെ, റേഡിയേറ്റിംഗ് മസിൽ ഫൈബ്രസ് ചുരുങ്ങണതിന്റെ ഫലമായിട്ട് പ്യൂപ്പിൾസ് എന്താ ചെയ്യുക? പ്യൂപ്പിൾ എന്ത് ചെയ്യുക? ഡയലേറ്റ് ചെയ്യാണ് ചെയ്യുക, വികസിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഫംഗ്ഷനാണ്. ഒന്നും കൂടി പറയാം ഫംഗ്ഷനും കൂടി പറഞ്ഞിട്ട് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. പ്യൂപ്പിൾ ഹെൽപ്സ് ടു കൺട്രോൾ ദി എമൗണ്ട് ഓഫ് ലൈറ്റ് എൻ്ററിങ് ദി ഐറിസ്. ഐറിസിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുന്നതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര് സഹായിക്കുന്നത്? പ്യൂപ്പിൾ സഹായിക്കുന്നത്. ഒന്നും കൂടി പറയാം, പ്യൂപ്പിൾ ഒന്നും കൂടി നോക്കിയേ. പ്യൂപ്പിൾ എന്ന് പറയുന്നത് എന്താ? സെൻട്രൽ അപ്പർച്ചർ ആണ്. സെന്ററിൽ, കണ്ണിന്റെ നമ്മുടെ സെന്ററിൽ കാണപ്പെടുന്ന ഭാഗമാണ്. സെൻട്രൽ അപ്പർച്ചർ ഓഫ് ദി ഐറിസ്. ഐറിസിന്റെ സെന്ററിൽ കാണപ്പെടുന്ന ഭാഗമാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഐറിസിലെ സെന്ററിൽ കാണപ്പെടുന്ന ഭാഗമാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദ സെൻട്രൽ അപ്പർച്ചർ ഓഫ് ദി ഐറിസ്. ഐറിസിന്റെ സെൻട്രൽ അപ്പർച്ചറിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പ്യൂപ്പിൾ എന്ന് പറയുന്നത്. പ്യൂപ്പിൾ വാരീസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. പ്യൂപ്പിളിന്റെ സൈസ് എന്ന് പറയുന്നത് ലൈറ്റിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. ഇൻ ബ്രൈറ്റ് ലൈറ്റ് കണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലുള്ള സർക്കുലർ മസിൽസ് എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും. അതിന്റെ ഫലമായിട്ട് കോൺട്രാക്ട് ചെയ്യാൻ എന്താ? സർക്കുലർ മസിൽസ് ചുരുങ്ങും അല്ലെ? ചുരുങ്ങണതിന്റെ ഫലമായിട്ട് നമ്മുടെ കൃഷ്ണമണിയും എന്ത് ചെയ്യും? ചുരുങ്ങും. ബ്രൈറ്റ് ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് വന്ന നമ്മുടെ സർക്കുലർ മസിൽസ് ചുരുങ്ങണതിന്റെ ഫലമായിട്ട് നമ്മുടെ പ്യൂപ്പിളും എന്ത് ചെയ്യും? കൺസ്ട്രക്ട് ചെയ്യും, ചുരുങ്ങാണ് ചെയ്യുക. ഇൻ ഡിം ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നേരിയ വെളിച്ചം അല്ലെ, മങ്ങിയ വെളിച്ചം വന്നു കഴിഞ്ഞാൽ റേഡിയലി മസിൽസ് കോൺട്രാക്ട് ചെയ്യും. അതായത് റേഡിയേറ്റിംഗ് മസിൽ ഫൈബ്രസ് എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും. അപ്പൊ നേരത്തെ പറഞ്ഞത് സർക്കുലർ മസിൽ ഫൈബ്രസ് ആയിരുന്നു കേട്ടാ. ഇവിടെ വന്നത് റേഡിയേറ്റിംഗ് മസിൽ ഫൈബ്രസ് ആണ്. റേഡിയേറ്റിംഗ് മസിൽ ഫൈബ്രസ് ചുരുങ്ങി കഴിഞ്ഞാൽ നമ്മുടെ പ്യൂപ്പിൾ എന്താ ചെയ്യുക? ഡയലേറ്റ് ചെയ്യാണ് ചെയ്യുക, വികസിക്കുകയാണ് ചെയ്യുക. ഓക്കെ, പ്യൂപ്പിൾ എന്താ ചെയ്യുക? ഡയലേറ്റ് ചെയ്യാണ് ചെയ്യുക. ഇത്രയും ക്ലിയർ ആണോ? നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് പറയുന്നത് ദ പ്യൂപ്പിൾ ഹെൽപ് ടു കൺട്രോൾ. പ്യൂപ്പിൾ എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്? കൺട്രോൾ എമൗണ്ട് ഓഫ് ലൈറ്റ് എൻ്ററിങ് ദി ഐറിസിലേക്ക് വരുന്ന ലൈറ്റിന്റെ അളവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര് സഹായിക്കുക? പ്യൂപ്പിൾ സഹായിക്കുക അല്ലെ? പ്യൂപ്പിൾ എന്തിനു വേണ്ടി സഹായിക്കുക? ദ പ്യൂപ്പിൾ ഹെൽപ് ടു കൺട്രോൾ ദി എമൗണ്ട് ഓഫ് ലൈറ്റ് എൻ്ററിങ് ദി ഐറിസിലേക്ക് വരുന്ന ലൈറ്റിന്റെ അളവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര് സഹായിക്കുക? പ്യൂപ്പിൾ സഹായിക്കുക. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഇനി ഒരാൾ പറഞ്ഞേ പ്യൂപ്പിള്. The central aperture of the iris is known as pupil. പ്യൂപ്പിൾ എന്ന് പറയുന്നത് ഐറിസിന്റെ സെൻട്രൽ ഭാഗത്ത് കാണപ്പെടുന്ന ഭാഗമാണ്. ദ പ്യൂപ്പിൾ വേരിയസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചാണ് പ്യൂപ്പിളിന് വ്യത്യാസം വരുന്നുണ്ട്. ഇൻ ബ്രൈറ്റ് ലൈറ്റ് ദ സർക്കുലർ മസിൽസ് ഫൈബേഴ്സ് കോൺട്രാക്ട് ആൻഡ് കൺസ്ട്രക്ട് ദ പ്യൂപ്പിൾ. ബ്രൈറ്റ് ലൈറ്റ് കണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ സർക്കുലർ മസിൽസ് ചുരുങ്ങുകയും അതിന്റെ ഫലമായിട്ട് പ്യൂപ്പിള് ചുരുങ്ങുകയും ചെയ്യുന്നു. ഇൻ ഡിം ലൈറ്റ് ദ റേഡിയേറ്ററി മസിൽസ് ഫൈബേഴ്സ് കോൺട്രാക്ട് ആൻഡ് പ്രൊഡ്യൂസ് ഡയലേഷൻ ഓഫ് പ്യൂപ്പിൾസ്. ഡിം ലൈറ്റ് ഉണ്ടാകുമ്പോൾ റേഡിയേറ്ററി മസിൽസ് ചുരുങ്ങുകയും അതിന്റെ ഫലമായിട്ട് പ്യൂപ്പിൾസ് വികസിക്കുകയും ചെയ്യുന്നുണ്ട്. ഫംഗ്ഷൻ ദ പ്യൂപ്പിൾ ഹെൽപ്പ് ടു കൺട്രോൾ ദ എമൗണ്ട് ഓഫ് ലൈറ്റ് എൻ്ററിങ് ഐറിസിലേക്ക് വരുന്ന ലൈറ്റിന്റെ അളവിനെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത് പ്യൂപ്പിൾ. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം നമുക്ക്. നാളേക്ക് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഓക്കെ, താങ്ക് യു.